മക്കളെ എല്ലാവർക്കും ആൽഫ അക്കാഡമിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കുറേ ചാപ്റ്ററുകളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? ഇന്നിതാ നമ്മൾ പുതിയൊരു ചാപ്റ്ററുമായിട്ട് നിങ്ങളെ വീണ്ടും കാണാൻ എത്തിയിരിക്കുകയാണ്. ഇനി നിങ്ങളോടൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയുക, നമ്മുടെ ഇത്തരം ക്ലാസ്സുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അടിപൊളിയായിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, സൂപ്പറായിട്ട് മാർക്ക് സ്കോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും എല്ലാവരോടും പറഞ്ഞ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് തുടർന്നും കാണണം. നമ്മൾ ഒത്തിരി കാര്യങ്ങളുമായിട്ട് നിങ്ങളിലേക്ക് എത്തിയാണ് ആൽഫ അക്കാഡമി. ഇനിയും കൂടുതൽ കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ, അറിയണമെങ്കിൽ വാടാ മക്കളെ നമ്മുടെ ക്ലാസ്സുകളിലേക്ക് പൊളിക്കാം. നമുക്ക് ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്ന ചാപ്റ്റർ ഏതാണെന്ന് നോക്കിക്കോ. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ് എന്ന് പറയുന്ന അതിഗംഭീരമായ ഒരു ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. എന്താണ് ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത? ഈ ചാപ്റ്ററിൽ നിന്ന് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് പറഞ്ഞു തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. റെഡിയല്ലേ? നിങ്ങൾ റെഡിയാണെങ്കിൽ ഞാൻ റെഡിയാണ്. നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് കയറാം. ആദ്യം ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഇലാസ്റ്റിസിറ്റി, പ്ലാസ്റ്റിസിറ്റി ഇതെന്താണ് എന്നുള്ള കാര്യമാണ്. ഇലാസ്റ്റിസിറ്റി, പ്ലാസ്റ്റിസിറ്റി ഇത് നിങ്ങൾ കുറെ വട്ടം കേട്ടതാണ് അല്ലെ? എങ്കിലും ഒന്ന് ചെറുതായിട്ട് പറഞ്ഞേക്കാം. അതായത് മക്കളെ, നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിന്മേൽ വീട്ടിലൊക്കെ നമ്മൾ എന്താ പറയുക, ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ്, അതായത് പൊടിയൊക്കെ കുഴച്ചെടുത്തിട്ട് അതിനകത്ത് നല്ല ഇടിയൊക്കെ കൊടുത്ത് അതിനെ നല്ല പരുവപ്പെടുത്തി എടുക്കാറുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ അതിലേക്ക് കൊടുക്കുന്ന ഫോഴ്സിനെ ഒരു പേര് പറയും, എന്താ? ഡീഫോമിംഗ് ഫോഴ്സ്. എന്ത് ഫോഴ്സ് ആണ്? ഡീഫോമിംഗ് ഫോഴ്സ് അല്ലെ? അപ്പൊ ഒരു വസ്തുവിന്റെ സൈസിനും ഷേപ്പിനും മാറ്റം വരുത്തുവാൻ വേണ്ടി കൊടുക്കുന്ന ഫോഴ്സിനെ എന്ത് വിളിക്കാം? ഡീഫോമിംഗ് ഫോഴ്സ്. ഈ ഫോഴ്സ് കൊടുത്തിട്ട് നമ്മളൊന്ന് മാറ്റേ, നമ്മുടെ കൈയൊന്ന് മാറ്റേ, തീർച്ചയായിട്ടും ഈ ബോഡി എന്ത് ചെയ്യും? തിരിച്ചതിന്റെ ഒറിജിനൽ സൈസിലേക്കും ഷേപ്പിലേക്കും വരുവാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ഒരു ബോഡിയിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്തു. പോട്ടെ, സോഫ, നമ്മുടെ വീട്ടിൽ സോഫയുണ്ട്. ആ സോഫയിലേക്ക് നമ്മൾ പോയിരുന്നാലോ അതിന്റെ സൈസും ഷേപ്പും ഒക്കെ മാറും അല്ലെ? നമ്മൾ ഇരിക്കുമ്പോൾ വീണ്ടും പഴയതുപോലെ വരുന്നില്ലേ? വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇരുന്നപ്പോൾ അവിടെ കൊടുത്ത ഫോഴ്സ് ഏതാ? ഡീഫോമിംഗ് ഫോഴ്സ്. അതിന്റെ സൈസിനും ഷേപ്പിനും മാറ്റം വരുത്തിയ ഫോഴ്സ്. നമ്മൾ മാറിയപ്പോഴോ തിരിച്ചതിന്റെ ഒറിജിനൽ സൈസിലേക്കും ഷേപ്പിലേക്കും അത് തിരികെ എത്തി അല്ലെ? അപ്പൊ അങ്ങനെ വന്ന ഫോഴ്സ് ആണ് ഏത് ഫോഴ്സ്? ഡീഫോമിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലെ? നമ്മൾ മാറിക്കഴിഞ്ഞപ്പോൾ തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് മാറി. അപ്പൊ ഒരു ഡീഫോമിംഗ് ഫോഴ്സിനെ മാറ്റിയാൽ, ഒരു വസ്തുവിലേക്ക് കൊടുത്ത ഡീഫോമിംഗ് ഫോഴ്സ് മാറ്റിയാൽ വസ്തു തിരിച്ച് അതിന്റെ ഒറിജിനൽ സൈസിലും ഷേപ്പിലേക്കും വരുന്നുണ്ടെങ്കിൽ ആ കാണിക്കുന്ന പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇലാസ്റ്റിക് മെറ്റീരിയൽ ഉണ്ട്, ഇലാസ്റ്റിസിറ്റി ഉണ്ട്. അപ്പൊ എന്താണ്? എ ബോഡി റീഗെയിൻസ് ടു ഇറ്റ്സ് ഒറിജിനൽ സൈസ് ആൻഡ് ഷേപ്പ് വിത്ത് എ ഫോഴ്സ് ഈവൻ ആഫ്റ്റർ ദി റിമൂവൽ ഓഫ് ഡിഫോമിംഗ് ഫോഴ്സ് ഈസ് കാൾഡ് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി. ആൻഡ് ദാറ്റ് ആ ഒരു പ്രോപ്പർട്ടിയെ നമുക്ക് എന്ത് വിളിക്കാം? ഇലാസ്റ്റിസിറ്റി എന്ന് വിളിക്കാം. എന്താണ്? എ ബോഡി regains its original size and shape even after the removal of the deforming force, that is called elasticity. അപ്പോൾ ഇലാസ്റ്റിസിറ്റി എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു ബോഡിയിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് മാറ്റിയാൽ തിരിച്ച് അതിന്റെ ഒറിജിനൽ സൈസിലും ഷേപ്പിലേക്കും വരണം അല്ലേ? അങ്ങനെയാണെങ്കിൽ അത് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നതാണ്. അതിന് ഇലാസ്റ്റിസിറ്റി എന്ന് പറയാം. ഇനി എന്താ പ്ലാസ്റ്റിസിറ്റി? തിരിച്ചു വരരുത്. The body does not show any tendency to regain its original size and shape even after the removal of the deforming force. അപ്പൊ നമ്മൾ ഈ ബോഡിയിലേക്ക് കൊടുത്ത ഫോഴ്സ് കൊടുക്കുന്നു. ഈ ഫോഴ്സ് നമ്മൾ അങ്ങോട്ട് മാറ്റിയാൽ, ഫോഴ്സ് കൊടുത്തു, സൈസും ഷേപ്പും ഒക്കെ മാറ്റം വന്നു എന്ന് കരുതുക. ഈ ഫോഴ്സ് അങ്ങ് മാറ്റിയാൽ തിരിച്ചത് പഴയ അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ടെന്ന് നമുക്ക് പറയാം. തിരിച്ചു വരുന്നില്ല എങ്കിൽ അതേതാ? പ്ലാസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. അതിനെ പ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കാം. ഓക്കെ ആണല്ലോ? രണ്ട് കാര്യങ്ങളും. എ ബോഡി റീഗെയിൻസ് ഒറിജിനൽ സൈസ് ആൻഡ് ഷേപ്പ് ഈവൻ ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് ദ ഡിഫോമിംഗ് ഫോഴ്സ് ഈസ് കാൾഡ് പ്ലാസ്റ്റിക് ബോഡി ആൻഡ് ദ പ്രോപ്പർട്ടി ഈസ് കാൾഡ് പ്ലാസ്റ്റിസിറ്റി. അപ്പോൾ ഇലാസ്റ്റിസിറ്റി, പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എന്താ? എ ബോഡി റീഗെയിൻസ് ഇറ്റ്സ് ഒറിജിനൽ സൈസ് ആൻഡ് ഷേപ്പ്. വരുവോ? ഇല്ല. ഡസ് നോട്ട് റീഗെയിൻ. എ ബോഡി ഡസ് നോട്ട് ഷോ എനി ടെൻഡൻസി ടു റീഗെയിൻസ് ഇറ്റ്സ് ഒറിജിനൽ സൈസ് ആൻഡ് ഷേപ്പ് ഈവൻ ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് ദ ഡിഫോമിംഗ് ഫോഴ്സ് ഈസ് കാൾഡ് പ്ലാസ്റ്റിസിറ്റി. ഇത് രണ്ടെണ്ണം ഓക്കെ ആണല്ലോ? അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം. ചിലപ്പോൾ അവർ എക്സാമിനും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലാസ്റ്റിസിറ്റി ആൻഡ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇനി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡി ഉണ്ടോ? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡി എന്താണ്? അങ്ങനെ ഒരു ബോഡി ഉണ്ടോ? ഈ ഒരു ചോദ്യം. Perfectly elastic body means a body regains its original size and shape immediately and perfectly even after the removal of the deforming force. അതാണ് എന്ത്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡി എന്ന് പറയുന്നത്. പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ബോഡി എന്താണ്? എ ബോഡി does not regains its original size and shape immediately and perfectly even after the removal of the deforming force. അതേതാണ്? പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ബോഡിയുമാണ്. ഇനി പെർഫെക്റ്റ്ലി
പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡിയും ഇല്ല, പെർഫെക്റ്റ്ലി 100% പ്ലാസ്റ്റിക് ബോഡി നമ്മുടെ യൂണിവേഴ്സിൽ ഇല്ല. ഇനി ഏകദേശം 90% അല്ലെങ്കിൽ 95% കാണിക്കുന്ന ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഏതാണ്? കോട്സ് ആണ്. അതുപോലെ തന്നെ ഒരു പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ബോഡി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം എന്താണ്? അത് പുട്ടിയാണ്. ഇത്രയും കാര്യങ്ങൾ കൂടി ഓർത്ത് വെച്ചേക്കോ ഇതിനകത്ത് നിന്നുള്ളത്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് വാട്ട് യു മീൻ ബൈ സ്ട്രെസ്, വാട്ട് യു മീൻ ബൈ സ്ട്രെയിൻ. അടുത്ത ഒരു പാർട്ടിലേക്കാണ്. എന്താണ് സ്ട്രെസ് എന്ന് പറയുന്നത്, എന്താണ് നമ്മൾ സ്ട്രെയിൻ എന്ന് പറയുന്നത്? ഈ രണ്ട് കാര്യങ്ങൾ കൂടി ഈ ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ട ഒരു കാര്യമാണ്. സ്ട്രെസ്സും സ്ട്രെയിനും എന്താണ് എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്ട്രെസ് എന്താണെന്ന് നോക്കാം. ദെൻ സ്ട്രെസ് എന്ന് പറയുന്നത്, stress means the restoring force per unit area. എന്താണ്? restoring force divided by area. അപ്പൊ അവിടെ ഫോഴ്സ് ബൈ ഏരിയ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ പ്രഷർ ആണ്. അപ്പൊ ഇവിടെയോ റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ ഏരിയ. അതെന്താണ്? നമ്മളൊരു സോഫ എടുത്തോ, ഈ സോഫയിലേക്ക് നമ്മളൊരു വസ്തുവിനെ വെക്കുവാണെങ്കിൽ സോഫയുടെ സൈസിനും ഷേപ്പിനും മാറ്റം വരുത്തി. അങ്ങനെ മാറ്റം വരുത്താൻ നമ്മൾ അങ്ങോട്ട് കൊടുത്ത ഫോഴ്സ് ഏതാ മക്കളെ? ഡിഫോമിംഗ് ഫോഴ്സ് ആണ്. ഈ ഡിഫോമിംഗ് ഫോഴ്സ് അകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചു. ഈ വസ്തുവിനെ ഇവിടുന്ന് മാറ്റുമ്പോൾ ഈ ഡിഫോമിംഗ് ഫോഴ്സ് തിരികെ വന്ന് റീസ്റ്റോറിംഗ് ഫോഴ്സ് ആയിട്ട് ഇതിനെ പഴയ അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് പറയാം ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് എത്ര ഏരിയയിലാണോ ആക്ട് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ സാർ ഞങ്ങൾ ഫോഴ്സ് ബൈ ഏരിയ എന്ന് എഴുതിയ മാർക്ക് തരത്തില്ലേ? മാർക്കൊക്കെ തരും, കുഴപ്പമൊന്നുമില്ല. എങ്കിലും നമ്മൾ അവിടെ പറയുമ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് ബൈ ഏരിയ ആണ് എന്തെന്ന് പറയുന്നത്? സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെഴുതാം? എഫ് ബൈ എ എന്ന് എഴുതാം. ഇതിന്റെ യൂണിറ്റ് എന്താണ്? ദെൻ ഇറ്റ്സ് യൂണിറ്റ് ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അതിന്റെ യൂണിറ്റ് ഏതാ? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഡയമെൻഷണൽ ഫോർമുലയോ ഫോഴ്സിൻ്റെത് ml(t⁻²) ഡിവൈഡ് ബൈ ഏരിയ എൽ സ്ക്വയർ. ഓരോ എൽ ക്യാൻസൽ ചെയ്താൽ ഈ എൽ നേരെ മുകളിലേക്ക് വരുമ്പോൾ ml(1) മക്കളെ ഇത് ഏതിന്റെ തന്നെ ഡയമെൻഷണൽ ഫോർമുലയാണ്? പ്രഷറിന്റെ ഡയമെൻഷണൽ ഫോർമുല കൂടിയാണ്. അപ്പൊ സ്ട്രെസ് ഓക്കെ അല്ലേടാ? സ്ട്രെസ് എന്ന് പറയുന്നത് എന്താ? റീസ്റ്റോറിംഗ് ഫോഴ്സ് ബൈ ഏരിയ ആണ്. ദെൻ അതിനകത്ത് ഇക്വേഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ എഫ് ബൈ എ ആണ്. എസ് ഐ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഡയമെൻഷണൽ ഫോർമുല ml(1) ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ് ആണ്. ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത്? നമുക്ക് കുറെ തരത്തിലുള്ള സ്ട്രെസ് പഠിക്കാനുണ്ട്. അതിനകത്ത് ഒരെണ്ണം ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ദെൻ വാട്ട് യു മീൻ ബൈ വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ് എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ സ്ട്രെസ് നമുക്ക് അവിടെ പറയാം എന്താ? ദെൻ ലോങ്ജിറ്റ്യൂഡിനൽ അല്ലെങ്കിൽ ലെങ്ത് കൂടുന്നതിന് കാരണമായിട്ടുള്ള സ്ട്രെസ്സുകൾ എടുത്തുകൊണ്ട് പറയാം. അപ്പൊ ടെൻസൈൽ സ്ട്രെസ് എന്ന് വിളിക്കാം. എന്താണ്? ഫസ്റ്റ് വൺ ടെൻസൈൽ സ്ട്രെസ്. ടെൻസൈൽ സ്ട്രെസ് ഫസ്റ്റ് സ്ട്രെസ്സിന്റെ പേര് എന്തെടുത്തോ? ടെൻസൈൽ സ്ട്രെസ്. ഇനി രണ്ടാമത്തെ സ്ട്രെസ്സിന്റെ പേരിലേക്ക് നമുക്ക് കൊടുക്കാം. അപ്പൊ ഇവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ്സിനകത്താണ്. സെക്കൻഡ് വൺ ഈസ് ഷിയറിംഗ് സ്ട്രെസ്. ഷിയറിംഗ് സ്ട്രെസ്. ഷിയറിംഗ് സ്ട്രെസ്. തേർഡ് വൺ ദെൻ ഇനി അപ്പൊ ആദ്യത്തെ ടെൻസൈൽ ആയിരുന്നു, രണ്ടാമത്തേതാ? ഷിയറിംഗ് ആണ് എടുത്തേക്കുന്നത്. മൂന്നാമത്തെ സ്ട്രെസ്സിനെ നമുക്ക് ഹൈഡ്രോളിക് സ്ട്രെസ് എന്ന് വിളിക്കാം. ഹൈഡ്രോളിക് സ്ട്രെസ്. സോ വാട്ട് ആർ ദ ത്രീ ടൈപ്സ് ഓഫ് സ്ട്രെസ്? ടെൻസൈൽ സ്ട്രെസ്, ഷിയറിംഗ് സ്ട്രെസ് ആൻഡ് ഹൈഡ്രോളിക് സ്ട്രെസ്. ഇനി ഇതൊക്കെ എന്താണ് എന്ന് കൂടി നോക്കുക. ടെൻസൈൽ സ്ട്രെസ് ദാറ്റ് മീൻസ് ഒരു ബോഡിയുടെ ലെങ്ത് കൂടുന്നതിന് കാരണമായിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു വയറിനെ എടുക്കുകയാണ്. ഈ വയറ് ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നു. ഓക്കെ ആണല്ലോ? അപ്പൊ തീർച്ചയായിട്ടും ഇതിനകത്തേക്ക് ഒരു ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു വെയിറ്റ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. W=mg എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ താഴേക്ക് ഒരു ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്തേക്കുന്നതെന്ന് പറയാം. ആ ഫോഴ്സ് ഇതിന് എത്ര ഏരിയയിലാണ് ആക്ട് ചെയ്യപ്പെടുന്നത്? അപ്പൊ ഇവിടെ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ അവിടെ കൊടുത്ത ഫോഴ്സ് എന്താ? ലോങ്ജിറ്റ്യൂഡിനലി നമ്മളൊരു ഫോഴ്സ് കൊടുത്തായിരുന്നു അല്ലെ? ആ ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പൊ ഇവിടെ F ഡിവൈഡഡ് ബൈ ഏരിയ. F എന്ന് പറയുമ്പോൾ mg അല്ലേ? യെസ്. അപ്പോൾ എന്ത് പറയാം നമുക്ക്? mg ഡിവൈഡഡ് ബൈ ഏരിയ. ഇത് സർക്കുലർ ഷേപ്പ് ആണ്. അപ്പൊ അവിടെ ഏരിയ എന്ത് കൊടുക്കാം നമുക്ക്? πr². Therefore tensile stress F by A is equal to mg by πr² എന്ന് പറയുന്നു. അടുത്ത നോക്കേ, അതിനകത്ത് തന്നെ mg ഡിവൈഡ് ബൈ πr² കിട്ടിയതുപോലെ തന്നെ ഷിയറിംഗ് സ്ട്രെസ്. അതെന്താണ് മക്കളെ ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത്? ഇവിടെ ഒരു ബോഡിയെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ബോഡി ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്താണ് വെച്ചേക്കുന്നത്. അപ്പൊ ഈ ബോഡിയുടെ ഇത് ഫിക്സ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിന് നെയിമിംഗ് കൊടുക്കുകയാണെങ്കിൽ AB എന്ന് പറയുന്ന സൈഡില് എയിൽ നമ്മളൊരു ഫോഴ്സ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് കൊടുക്കുകയാണ്. ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് കൊടുക്കുകയാണ്. ഈ ടാൻജൻഷ്യൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഇത് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തില്ലേ? ഇത് A ഡാഷിലേക്ക് പോയി, B എന്ത് ചെയ്തു? B ഡാഷിലേക്ക് വന്നു. അപ്പൊ ഈ ഷിഫ്റ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് കൊടുത്തു അല്ലെ? ആ ടാൻജൻഷ്യൽ ഫോഴ്സ് എന്ത് ഫോഴ്സ് ആണ്? ടാൻജൻഷ്യൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ എന്ത് പറയാം? ഏരിയ തന്നെയാണ്. അപ്പൊ ഷിയറിംഗ് സ്ട്രെസ് എന്താണ്? F ബൈ ഏരിയ, അതായത് ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ.
ഇതിന് വേണമെങ്കിൽ നമുക്ക് നോർമൽ ഫോഴ്സ് ബൈ ഏരിയ എന്ന് കൂടി വിളിക്കാം. നോർമൽ ഫോഴ്സ് ബൈ ഏരിയ. നെക്സ്റ്റ് ഹൈഡ്രോളിക് സ്ട്രെസ് എന്താണ്? അപ്പൊ ഇവിടെ ഹൈഡ്രോളിക്, അതായത് ഇവിടെ നമ്മൾ രണ്ടാമത് ഷിയറിംഗിന്റെ കേസ് പറഞ്ഞിരുന്നു അല്ലെ. ഷിയറിംഗ് ഒരു സൈഡ് കൊണ്ട് ടാൻജൻഷ്യലി കൊടുത്ത സമയത്താണ് നമുക്ക് ഇങ്ങനെ വന്നത്. അപ്പൊ ഹൈഡ്രോളിക് കംപ്രസ് ചെയ്യപ്പെടുമ്പോൾ അവിടെ ഉണ്ടാവുന്നത് അതും എന്ത് തന്നെയാണ്? ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ തന്നെയാണ്. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ നോക്കുമ്പോൾ എന്താ? ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ ആണ് സ്ട്രെസ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ സ്ട്രെസ് എന്താണ്? സ്ട്രെസ് മീൻസ് the restoring force acting per unit area അല്ലെങ്കിൽ restoring force acting per area is called stress. The different types of stress നമ്മൾ പരിചയപ്പെട്ടു. അവിടുന്ന് ഫോർമുലാസ് ഇത്രയും നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതേപോലെ തന്നെ നമുക്ക് സ്ട്രെയിനും പഠിക്കാം. എന്താ സ്ട്രെയിൻ എന്ന് പറയുന്നത്? സ്ട്രെയിൻ മീൻസ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ എന്ന് പറയാം. അടുത്ത ഏതാണ് മക്കളെ? സ്ട്രെയിൻ മീൻസ് എന്താണെടാ? that is equal to change in dimension divided by original dimension. That is called strain. എന്താ ഈ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ? വെറുതെ നേരത്തെ എടുത്ത പോലെ തന്നെ വയറിനെ എടുക്കാം. ഈ വയറിനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഈ വയറിന്റെ ഒറിജിനൽ ലെങ്ത് L ആണെന്ന് കരുതുക. ഇവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തോ അല്ലെങ്കിൽ ഒരു വെയിറ്റ് അപ്ലൈ ചെയ്തോ, ആസ് എ റിസൾട്ട് ഇതിനൊരു ഇലോങ്ങേഷൻ ഉണ്ടായി, അതിന്റെ ലെങ്ത് അങ്ങോട്ട് കൂടി എന്ന് കരുതുക. നേരത്തെ ഉണ്ടായിരുന്ന ലെങ്ത് ആണോ ഇത്? അല്ല. ലെങ്ത് എത്ര കൂടി? ഡെൽറ്റ L കൂടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കേ, ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് ഡെൽറ്റ L, ഒറിജിനൽ ലെങ്ത് L. അപ്പൊ ഇവിടുത്തെ കേസ് നമുക്കൊരു സ്ട്രെയിൻ കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ ലെങ്ത് ബേസ് ആണ്, ലോങ്ജിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് വിളിക്കാം. അപ്പൊ ഇവിടെ നോക്കേ, ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണ്. അപ്പൊ ഫസ്റ്റ് കേസ് നമ്മൾ എന്തെടുത്തു? ലോങ്ജിറ്റ്യൂഡിനൽ സ്ട്രെയിൻ that is equal to change in dimension delta L by original dimension. ഇവിടെ ഒറിജിനൽ. അപ്പൊ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഇതിന് യൂണിറ്റ് ഉണ്ടോ? ഉണ്ട്. മീറ്റർ ബൈ മീറ്റർ. രണ്ടും കെട്ടായ മീറ്റർ ഉണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ നമുക്ക് ഒരു കാര്യം പറയാം. സ്ട്രെയിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഹാസ് നോ യൂണിറ്റ്. എന്തില്ല? യൂണിറ്റ് ഇല്ല. ഇറ്റ് ഹാസ് നോ ഡയമെൻഷൻ. എന്തില്ല? ഡയമെൻഷനും ഇല്ല. അപ്പൊ ഡയമെൻഷനും യൂണിറ്റും ഇല്ലാത്ത ഒരു ക്വാണ്ടിറ്റി കൂടിയാണ് ആര്? നമ്മൾ ഈ പഠിച്ചു വെച്ചിരിക്കുന്ന സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ലോങ്ജിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ എന്താ? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് എന്ന് നമുക്ക് പറയാം. ഇനി അടുത്തത് ഷിയറിംഗ്. നേരത്തെ പഠിച്ച പോലെ തന്നെ ഷിയറിംഗ് സ്ട്രെയിൻ എന്താണ്? ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത അതേ ബ്ലോക്കിനെ തന്നെ വീണ്ടും ഫിക്സ് ചെയ്ത് വെച്ച മക്കളെ. ഇതിനെ എ ബി എന്ന് പേര് കൊടുത്തു. ഇവിടെ ഒരു ഫോഴ്സ് കൊടുത്തപ്പോൾ എ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തില്ലേ? എ ഡാഷിലേക്ക്. ബി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തില്ലേ? ബി ഡാഷിലേക്ക്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കേ, ഒരു ആംഗുലാർ സ്പേസ്, ഒരു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് അവിടെ ഉണ്ടായി അല്ലേ. അപ്പൊ അവിടെ നമുക്ക് പറയാം ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. നോക്കേ, ഇത്രയാണ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡെൽറ്റ എക്സ്. ഒറിജിനലി ഈ ലെങ്തിലാണ് ഇതിരുന്നത്. അപ്പൊ ഷിയറിംഗ് സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ഇത്രയും പോയിന്റ് ഉണ്ടായിരിക്കുന്ന, ഇത്രയും സ്ഥലത്തുണ്ടായിരിക്കുന്ന, അതായത് എയിൽ നിന്ന് എ ഡാഷിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ഡെൽറ്റ എക്സ് ബൈ ഒറിജിനൽ ലെങ്ത് ഇങ്ങനെ ഇരുന്നല്ലേ. അപ്പൊ ഡെൽറ്റ എക്സ് ബൈ എൽ ഈസ് ദ ഷിയറിംഗ് സ്ട്രെയിൻ. അപ്പൊ ആക്ച്വലി ഇവിടെ നോക്കിയാൽ ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ഈ ഇരിക്കുന്ന ഒരു ട്രയാങ്കുലർ ഫോം നോക്കുമ്പോൾ, ഒരു ട്രയാങ്കിളിനെ നോക്കുമ്പോൾ അവിടെ നമുക്ക് ടാൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് അല്ലേ. അപ്പൊ ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ എൽ എന്ന് കിട്ടി. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ്? ഷിയറിംഗ് സ്ട്രെയിൻ ഒരു ആംഗിൾ ആണ്. ടാൻ തീറ്റയ്ക്ക് ഈക്വൽ ആയിട്ട് നിൽക്കുന്ന ഒരു ആംഗിൾ കൂടിയാണ് നമുക്ക് പറയാം ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇനി കംപ്രസീവ് സ്ട്രെയിൻ. അപ്പൊ അവിടുത്തെ നേരത്തെ നമ്മൾ ഹൈഡ്രോളിക്കിന് ഈക്വൽ ആയിട്ട് മൂന്നാമത്തെ നമുക്ക് പറയാം കംപ്രസീവ് സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? നോക്കി, കംപ്രസീവ് സ്ട്രെയിൻ എന്ന് പറയുന്നത്, ഇവിടെ കംപ്രസീവ് സ്ട്രെയിൻ എടുക്കുമ്പോൾ ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്. ഇനിഷ്യലി ഇതിന്റെ വോളിയം V ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ എല്ലാ സൈഡിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഫോഴ്സ്, നോർമൽ ഫോഴ്സ് കൊടുക്കുന്നു. ഇങ്ങനെ നോർമൽ ഫോഴ്സ് കൊടുത്താൽ തീർച്ചയായിട്ടും ഇതിന്റെ വോളിയത്തിന് ചേഞ്ച് ഉണ്ടായില്ലേ മക്കളെ? ഡെൽറ്റ വി വോളിയം ചേഞ്ച് ചെയ്തോ, അത് പുതിയ വോളിയത്തിലേക്ക് വന്നു. എങ്കിൽ ഇവിടുത്തെ സ്ട്രെയിൻ എന്ന് എടുത്തു കഴിഞ്ഞാൽ, കംപ്രസീവ് സ്ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. ബട്ട് അവിടെ ഒരു പ്രത്യേകതയുണ്ട്, വോളിയം കുറയുകയാണ് ചെയ്തത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് നെഗറ്റീവ് സൈൻ കൂടി കൊടുക്കാം. ഡെൽറ്റ വി ബൈ വി എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ കുറയുക കൂടി ചെയ്തിട്ടുണ്ട് അല്ലെ. അതുകൊണ്ട് ഡെൽറ്റ വി ബൈ വി, ഇത്രയും രീതിയിലുള്ള സ്ട്രെയിനുകൾ നമുക്ക് അവിടെ കിട്ടും. അപ്പൊ സ്ട്രെസ് പഠിച്ചില്ലേ? റിസ്റ്റോറിംഗ് ഫോഴ്സ് ബൈ ഏരിയ. സ്ട്രെയിൻ പഠിച്ചില്ലേ? ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഇത് നന്നായിട്ട് നോക്കിക്കൊള്ളുക. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? അടുത്ത പോയിന്റിലേക്ക്, അടുത്ത പാർട്ടിലേക്ക് പോവാം. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് എക്സാമിന് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ആ ക്വസ്റ്റ്യൻ എന്ന് നമുക്കൊന്ന് നോക്കാം. അതിൽ ഒരു ക്വസ്റ്റ്യൻ സാർ ഇവിടെ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ എന്തായിരുന്നു?
A steel rod of length 1 meter. A steel rod of length 1 meter and radius 10 millimeter and radius 10 millimeter is stretched by a force by a force 100 kilonewton acting along its length 100 kilonewton along its length. Okay, then the stress produced in the rod is ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നോക്കേ, എ സ്റ്റീൽ റോഡ് ഓഫ് ലെങ്ത്, റോഡിന്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. എൽ ഇസ് ഈക്വൽ ടു എത്രയാ? അതായത് ഒരു സ്റ്റീൽ റോഡ് നമുക്ക് തന്നിരിക്കുകയാണ്. ഈ സ്റ്റീൽ റോഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എൽ എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. ദെൻ അതിന്റെ റേഡിയസ് 10 മില്ലിമീറ്റർ. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് അതിന്റെ ഡയമീറ്റർ ആണ് ഫുള്ള് വരുന്നത്, അതിന്റെ പകുതി. അപ്പൊ ആ പകുതി ഡിസ്റ്റൻസ്, അതായത് സെന്റർ മുതൽ ഇവിടെ വരെയുള്ള റേഡിയസ് ആർ ഈസിക്കൽ എത്രയാണ്? 10 മില്ലിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. നമുക്ക് റേഡിയസ് തന്നിട്ടുണ്ട്. സ്ട്രെച്ച്ഡ് ബൈ എ ഫോഴ്സ്, ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? താഴേക്ക് ഒരു ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 കിലോ ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുകയാണ് താഴേക്ക്. അങ്ങനെ ഫോഴ്സ് കൊടുത്ത് ഇതിനെ ഇലോങ്ങേറ്റ് ചെയ്തോ, അപ്പം തീർച്ചയായിട്ടും അതിന്റെ ലെങ്ത് ബേസിലാണ് ഫോഴ്സ് കൊടുത്തേക്കുന്നത്. എങ്കിൽ സ്ട്രെസ് കാണണം. മക്കളെ, ഈ തന്നിരിക്കുന്ന ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഫസ്റ്റ് അപ്പോൺ അതിലുള്ള കാര്യങ്ങളെ നല്ല നീറ്റായിട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞ് എഴുതാം. ലെങ്ത് എൽ ഈസ് ഈക്വൽ ടു 1 മീറ്റർ. നെക്സ്റ്റ് അതിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ദെൻ അവിടെ റേഡിയസ് ആയിട്ട് തന്നത് 10 മില്ലിമീറ്റർ ആണ്. 10 മില്ലിമീറ്റർ ആണ് റേഡിയസ് ആയിട്ട് തന്നിരുന്നത്. 10 മില്ലിമീറ്റർ. 10 മില്ലിമീറ്റർ ഈസ് ദ റേഡിയസ്. മില്ലിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റണം. 10 × 10⁻³ മീറ്റർ. അത് കഴിഞ്ഞ ശേഷം പിന്നെ വരുന്നത് എന്താണ്? ദെൻ അതിനകത്ത് പറഞ്ഞേക്കുന്നത് ഫോഴ്സ് ആണ്. ഫോഴ്സ് F ഈസ് ഈക്വൽ ടു എത്രയാണ്? 100 കിലോ ന്യൂട്ടൺ ആണ്. കിലോ ന്യൂട്ടനെ മാറ്റുമ്പോൾ 100 × 10⁻³ ന്യൂട്ടൺ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 10⁻³ × കൂടെ ചേരുമ്പോൾ 10�5 ന്യൂട്ടൺ. നിങ്ങൾക്ക് എന്താണ് ചോദിച്ചേക്കുന്നത്? സ്ട്രെസ് കാണാൻ. സ്ട്രെസ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇനി നമുക്ക് ചെയ്യേണ്ട രീതിയിലേക്ക് വരാം. സോ വി ഹാവ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു, നേരത്തെ പഠിച്ചിരുന്നു, ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. സോ സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇവിടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 10⁵ ഡിവൈഡഡ് ബൈ ഏരിയ. മക്കളെ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ തന്നിരിക്കുന്ന റോഡ് ഒരു സർക്കുലർ ഷേപ്പ് അല്ലേ? അതുകൊണ്ട് ഏരിയ എടുക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം? πr² എന്ന് പറയാം. πr² എന്ന് പറയാം. അത് ഇട്ട് കൊടുത്താൽ പൈയുടെ വാല്യൂ 3.14 × r². r എത്രയാണ് നമുക്ക് കിട്ടിയത്? ദാ ഈ കൊടുത്തേക്കുന്ന വാല്യൂ എത്രയാണത്? ദെൻ 10 × 10⁻³ എന്ന് പറയുന്ന വാല്യൂ ആണ്. അപ്പൊ 10⁻² ആവത്തില്ലേ? 10⁻³ × 10 എന്ന് പറയുമ്പോൾ 10⁻² മീറ്റർ ആയി. അപ്പൊ 10⁻². ഇനി അതിന് സ്ക്വയർ മതി, അതിന് സ്ക്വയർ കൊടുത്തു. നോക്കേ, 10⁵ ഡിവൈഡ് ബൈ 3.14 × 10⁻⁴. ഈ 10⁻⁴ നേരെ നമുക്ക് എന്ത് ചെയ്യാം? ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരാം. അപ്പൊ 10⁵ ഓൾറെഡി ഉണ്ട്. 10⁻⁴ മുകളിലേക്ക് വന്നപ്പോ 10⁻+4 ഡിവൈഡഡ് ബൈ 3.14. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁹ ഇൻറ്റു ബാക്കിയുള്ള എന്താ? 1/3.14. നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. ബാക്കി സാർ ഇവിടെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. 1/3.14 × 10⁹ വാല്യൂ എത്ര കിട്ടുന്നുവോ അതായിരിക്കും ഇവിടുത്തെ എന്ത്? ദ സ്റ്റീൽ റോഡിന് ആവശ്യമായിട്ട് വരുന്ന എന്തെന്ന് പറയുന്നത്? സ്ട്രെസ് എന്ന് പറയുന്നത്. കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ ആണല്ലോ? യെസ്. ഇനി അടുത്ത പാർട്ടിലേക്ക് നമുക്ക് പോകാം. ദെൻ അടുത്ത് വരുന്നത് ഇതൊക്കെയാണ് എല്ലാവർക്കും ഒന്ന് കരുതുന്നോ? അടുത്തൊരു പോയിന്റിലേക്ക് വരികയാണെങ്കിൽ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നതാണ് ഹൂക്സ് ലാ എന്ന് പറയുന്നത്. എന്താണ് ഹൂക്സ് ലാ എന്ന് പറയുന്നത്? നിങ്ങൾക്ക് നേരത്തെ മുതലേ പഠിച്ചിട്ടുള്ള കാര്യമാണല്ലോ. എല്ലാവരും ഓടുന്നുണ്ട്. ഇത് കേട്ട പാഠം തന്നെ വിളിച്ച് പറയുന്നുണ്ടല്ലോ. അതെ, കറക്റ്റ് ആണ്. എന്താണ് മക്കളെ ഹൂക്സ് ലാ പറയുന്നത്? ഹൂക്സ് ലാ സ്റ്റേറ്റ്സ് ദാറ്റ് എന്താ? Stress is directly proportional to strain. എവിടെ വരെ? within elastic limit. അപ്പം within elastic limit stress is directly proportional to strain. ഏതിലായാണ്? ഹൂക്സ് ലായാണ്. അങ്ങനെയാണെങ്കിൽ stress is equal to
എ കോൺസ്റ്റന്റ് ഇൻറ്റു സ്ട്രെയിൻ എന്ന് നമുക്ക് പറയാം. അവിടെ കോൺസ്റ്റന്റിനെ ഞാൻ ക്യാപിറ്റൽ ഇ എന്ന് എഴുതുന്നു, ഇൻറ്റു സ്ട്രെയിൻ. അപ്പൊ എന്താണ് ഈ പറഞ്ഞ ക്യാപിറ്റൽ ഇ? ക്യാപിറ്റൽ ഇ ഒരു കോൺസ്റ്റന്റാലിറ്റിയാ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ എന്ന് നമുക്ക് എഴുതാം. ദാറ്റ് കോൺസ്റ്റന്റാലിറ്റി ഈസ് കാൾഡ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ആരാണ്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നു. അപ്പോൾ ഹുക്സ് law states that within elastic limit stress is directly proportional to strain അല്ലേ? അതെ. അപ്പോൾ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്താ? ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിനെ നമ്മൾ വിളിക്കുന്ന ഓമന പേരെന്താണ്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ ഇവിടെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ഗ്രാഫിന്റെ എക്സ് ആക്സിസിൽ നമ്മൾ സ്ട്രെയിനിനെയും y ആക്സിസിൽ നമ്മൾ സ്ട്രെസ്സിനെയും എടുത്തേക്കുന്നു. ഗ്രാഫ് എപ്പോഴും എന്തായിരിക്കും വരുന്നത്? ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ്. വേണമെങ്കിൽ നമുക്ക് ഈ ഗ്രാഫിനകത്ത് നിന്ന് സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ, തീറ്റ വാല്യൂ ആണ് ഇവിടെ കിട്ടിയേക്കുന്നതെങ്കിൽ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് മക്കളെ സ്ലോപ്പ്? സ്ലോപ്പ് ടാൻ തീറ്റയ്ക്ക് ഈക്വൽ ആണ്. എന്താണ് ടാൻ തീറ്റ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റന്റ് ആണ്. ഈ ഓപ്പോസിറ്റ് സൈഡ് ഇതാ ഇത്രയും നോക്കിയ സ്ട്രെസ് ആണ്, അഡ്ജസ്റ്റന്റ് സ്ട്രെയിൻ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്ന എന്താണ്? സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ എന്നാണ് കിട്ടുന്നത്. അത് എന്തിന് ഈക്വൽ ആണ്? ദെൻ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. അപ്പോൾ മസ്റ്റ് ആയിട്ട് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പഠിച്ചോളുക. ഹുക്സ് ലാ, സ്റ്റേറ്റ് ഹുക്സ് ലാ എന്ന് പറഞ്ഞ് ചോദിക്കും. അല്ലെങ്കിൽ ഇതുപോലെ ഗ്രാഫ് തന്ന ശേഷമുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ അത്തരത്തിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. അതായത് then stress versus strain graph for material ABC are given, which is more elastic. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇതെല്ലാവർക്കും ഓക്കെ ആണല്ലോ? അപ്പൊ നോക്കേ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് ഇവിടെ ഒന്ന് നോട്ട് ചെയ്യാം സാറ്, എന്നിട്ട് ആ കാര്യം ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുകയാണ് സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിൻ ഗ്രാഫ്. സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിൻ ഗ്രാഫ്. സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിൻ ഗ്രാഫ് ഫോർ ത്രീ മെറ്റീരിയൽ A, B and C are given. മൂന്ന് മെറ്റീരിയൽ ആണ് എ ബി സി. അവയുടെ ഗ്രാഫുകൾ തന്നിട്ടുണ്ട് നമുക്ക്. വിച്ച് ഈസ് മോർ ഇലാസ്റ്റിക്? ഇതിലേതാണ് വിച്ച് ഈസ് മോർ ഇലാസ്റ്റിക്? ഇതിലേതാണ് കൂടുതൽ ഇലാസ്റ്റിക് ആയിട്ടുള്ളത്? ഗ്രാഫ് എന്താണ് നോക്കിക്കോ. ഗ്രാഫിന്റെ എക്സ് ആക്സിസിനകത്ത് സ്ട്രെയിനെ തന്നിട്ടുണ്ട്, വൈ ആക്സിനകത്ത് സ്ട്രെസ്സിനെ തന്നിട്ടുണ്ട്. ഗ്രാഫ് ഇതാണ് അവർ തന്നേക്കുന്ന ഗ്രാഫുകൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഗ്രാഫ്, സെക്കൻഡ് ഗ്രാഫ്, തേർഡ് ഗ്രാഫ് എല്ലാം ഒറിജിനേറ്റിംഗ് ഗ്രാഫാണ്. അതിന്റെ നെയിമിംഗ് ആയിട്ട് എ ബി സി എന്നാണ് കൊടുത്തേക്കുന്നത്. എ ബി സി ഇതായത്. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കേ, ഇത് മുൻ വർഷത്തിൽ ചോദിച്ചിട്ടുള്ളതാണ്. സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിൻ ഗ്രാഫ് ഫോർ ത്രീ മെറ്റീരിയൽ എ ബി സി എന്ന് പറയുന്ന മൂന്ന് മെറ്റീരിയലുകളുടെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഉണ്ട്. ഇതിലേതിനാണ് കൂടുതൽ ഇലാസ്റ്റിക് നേച്ചർ ഉള്ളത്? ഇലാസ്റ്റിക് നേച്ചർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം? അതിനെ കൂടുതൽ ഇലോങ്ങേറ്റ് ചെയ്യാൻ കഴിയണം അല്ലെ? അപ്പൊ ഇലോങ്ങേറ്റ് ചെയ്യാൻ കഴിയണം എന്ന് പറയുമ്പോഴേക്കും അപ്പൊ ഇവിടുത്തെ കേസിൽ ആ മൂന്ന് ഗ്രാഫിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇവിടുന്ന് സ്ലോപ്പ് കണ്ടുപിടിച്ച് നോക്കാം. മൂന്നിനും ഒരേപോലെ തന്നെ നമുക്ക് വെർട്ടിക്കലി ഒരു ലൈൻ ഇങ്ങനെ അങ്ങോട്ട് വരയ്ക്കാം മക്കളെ. വരച്ചു. അപ്പൊ അങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇവിടുത്തെ കേസിൽ നോക്കിക്കഴിഞ്ഞാല് സ്ലോപ്പ് എടുക്കും. ആദ്യത്തത് ഞാൻ ഈ പോയിന്റിനെ എം എന്ന് പേര് കൊടുത്തു, ഒ എ എം. ഈ പോയിന്റിനെ ബി എന്ന് പേര് കൊടുത്താൽ ഒ ബി എം. ഈ പോയിന്റ് എടുത്ത് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഒ സി എം. അപ്പൊ മൂന്ന് ട്രയാങ്കിൾ ഉണ്ട്. ഈ മൂന്ന് ട്രയാങ്കിളിന്റെ സ്ലോപ്പ് അങ്ങോട്ട് നോക്കിയാൽ മതി, അത്രയേ ഉള്ളൂ. സ്ലോപ്പ് ഈസിക്കൽ ടു എന്താണ് വരുന്നത്? സ്ലോപ്പ് ഈസിക്കൽ ടു ഈ ഗ്രാഫിനകത്ത് നമുക്കറിയാം സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ആണ് വരുന്നത്. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് കിട്ടുന്നത്. അപ്പൊ സ്ട്രെസ് ബൈ സ്ട്രെയിൻ കിട്ടി സാർ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലേ? ഇവിടെ ലെങ്ത് കൂടുന്ന ഗ്രാഫാണ്. അപ്പോഴാണ് നമ്മൾ ഒരു കാര്യം കൂടി ഇവിടെ അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത്. എന്താണ്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇ ഇസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ എന്ന് നമ്മൾ പഠിച്ചിരുന്നു ആണല്ലോ. ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയെ നമുക്ക് മൂന്ന് മോഡുലസുകളായിട്ട് മാറ്റാം. ഒന്ന് യങ്സ് മോഡുലസ്, മറ്റൊന്ന് ബൾക്ക് മോഡുലസ്, മറ്റൊന്ന് റിജിഡിറ്റി മോഡുലസ്. നോക്കി, യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ്. എന്താണ് യങ്സ് മോഡുലസ്? ദെൻ ആദ്യം നമ്മൾ പഠിച്ചില്ലായിരുന്നോ? ഏതാ? ടെൻസൈൽ സ്ട്രെസ് ബൈ ലോങ്ജിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ആദ്യം നമ്മൾ പഠിച്ച ടെൻസൈൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ലോങ്ജിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഇതാണ് ആദ്യത്തത്. ദെൻ വാട്ട് യു മീൻ ബൈ ബൾക്ക് സ്ട്രെസ്? ബൾക്ക് സ്ട്രെസ് മീൻസ് നമ്മൾ കംപ്രസീവ് ആയിട്ടൊരു സ്ട്രെസ് കൊടുത്ത്, ദെൻ ബൾക്ക് മോഡുലസ് മീൻസ് കംപ്രസീവ് ആയിട്ടൊരു സ്ട്രെസ് കൊടുത്ത് അല്ലേ? അപ്പൊ ആ കംപ്രസീവ് ആയിട്ടുള്ള സ്ട്രെസ് ഡിവൈഡഡ് ബൈ വോളിയോമെട്രിക് സ്ട്രെയിൻ. കംപ്രസീവ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ വോളിയോമെട്രിക് അല്ലെങ്കിൽ വോളിയം സ്ട്രെയിൻ.
അപ്പൊ അടുത്ത എന്താ? റിജിഡിറ്റി മോഡുലസ്, ഷിയറിംഗ് നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ ഏതാ? ഷിയറിംഗ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയറിംഗ് സ്ട്രെയിൻ. മറക്കല്ലേ മക്കളെ, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവിടെ നോക്കേ, യങ്സ് മോഡുലസ്. അപ്പൊ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ്. യങ്സ് മോഡുലസ് ടെൻസൈൽ സ്ട്രെസ് ബൈ ലോങ്ജിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, ബൾക്ക് മോഡുലസ് കംപ്രസീവ് സ്ട്രെസ് ബൈ വോളിയമെട്രിക് സ്ട്രെയിൻ, റിജിഡിറ്റി മോഡുലസ് ഷിയറിംഗ് സ്ട്രെസ് ബൈ ഷിയറിംഗ് സ്ട്രെയിൻ. അപ്പോൾ ഇനി ഇത് ഓരോന്ന് നോക്കാം. ടെൻസൈൽ സ്ട്രെസ് എഫ് ഡിവൈഡഡ് ബൈ എ ഡിവൈഡഡ് ബൈ ടെൻസൈൽ സ്ട്രെയിൻ ഡെൽറ്റ എൽ ബൈ എൽ. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. കംപ്രസീവ് സ്ട്രെസ് ബൈ വോളിയമെട്രിക് സ്ട്രെയിൻ ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ ബൈ ചേഞ്ച് ഇൻ ഡെൽറ്റ വി ഡിവൈഡ് ബൈ വി. നെഗറ്റീവ് സൈൻ ഉണ്ട്, കാരണം നമുക്കറിയാം വോളിയം കുറയുന്നതാണ് സാർ പറഞ്ഞിരുന്നു. ഷിയറിംഗ് സ്ട്രെസ് ബൈ ഷിയറിംഗ് സ്ട്രെയിൻ ടാൻജൻഷ്യൽ ഫോഴ്സ് ബൈ ഏരിയ ഡിവൈഡഡ് ബൈ ഷിയറിംഗ് ആംഗിൾ ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഇതാ ഇത്രയും കാര്യങ്ങൾ ഇത് പഠിച്ചോണേ. ഇതിനകത്ത് നിന്നും ക്വസ്റ്റ്യൻ നമ്മളോട് സെപ്പറേറ്റ് ചോദിക്കാം. വാട്ട് ആർ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രെയിൻ എന്ന് ചോദിച്ചാൽ അത് ഇത്രയും എഴുതി വെക്കാം. അപ്പോൾ യങ്സ് മോഡുലസ്, ഇവിടുത്തെ കേസിൽ നമ്മൾ നോക്കിയാൽ ആർക്കാണ് കൂടുതൽ യങ്സ് മോഡുലസ് ഉണ്ടായിരിക്കുക? അയാളായിരിക്കും കൂടുതൽ ഇലാസ്റ്റിക് ആയിട്ട്, മോർ ഇലാസ്റ്റിക് ആയിട്ട് വരിക. മറക്കരുത് ഈ കാര്യം. ആർക്കാണ് കൂടുതൽ ഇലാസ്റ്റിക് നേച്ചർ എന്ന് ചോദിച്ചാൽ ആരാണ് യങ്സ് മോഡുലസ് ഏറ്റവും കൂടുതലുള്ളത്? അയാൾ മോർ ഇലാസ്റ്റിക് ആയിരിക്കും. എങ്കിൽ പറ, സ്ലോപ്പ് എടുത്താൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ. മക്കളെ ഇത് ലെങ്ത് കൂടുന്നതല്ലേടാ, അതുകൊണ്ട് എന്ത് പറയാം? ടെൻസൈൽ സ്ട്രെസ് ബൈ ലോങ്ജിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. അപ്പൊ സ്ലോപ്പ് ആരാണ്? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കണേ, യങ്സ് മോഡുലസ് എന്ന് പറയാം. എന്താണ്? യങ്സ് മോഡുലസ് എന്ന് പറയാം. അപ്പൊ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു യങ്സ് മോഡുലസ്. അപ്പോൾ ഇവിടെ സ്ലോപ്പ് ആർക്കാണ് കൂടുതൽ? നോക്കേ, ഏറ്റവും വലിയ ആംഗിൾ ഉള്ള ആൾക്കാർക്കെത്തില്ലേ ഇവിടെ ഏറ്റവും വലിയ സ്ലോപ്പ്. അപ്പൊ സ്ലോപ്പ് ഇവിടെ നോക്കിയാൽ എക്കാണ് ഏറ്റവും വലിയ ആംഗിൾ, ബിക്ക് കുറച്ച് ആംഗിൾ കുറവാണ്, സിക്ക് വീണ്ടും കുറവാണ്. അപ്പൊ ഇവിടെ നമുക്ക് പറയാം സ്ലോപ്പ് എ ഗ്രേറ്റർ ദാൻ സ്ലോപ്പ് ബി ഗ്രേറ്റർ ദാൻ സ്ലോപ്പ് സി. അപ്പൊ സ്ലോപ്പ് കൂടിയാൽ യങ്സ് മോഡുലസ് കൂടുതലാ. വൈ എ ഗ്രേറ്റർ ദാൻ വൈ ബി ഗ്രേറ്റർ ദാൻ വൈ സി. അപ്പൊ ആർക്കാണ് യങ്സ് മോഡുലസ് കൂടുതൽ? എക്കാണ്. അപ്പൊ ആരാണ് ഇതിനകത്ത് മോർ ഇലാസ്റ്റിക്? സംശയം വേണ്ട, എ ആണ് കൂടുതൽ ഇലാസ്റ്റിക് ആയിട്ടുള്ളത് എന്ന് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയാം. ഓക്കെ അല്ലേ? ഇതെല്ലാം കൂടെ ചേർത്ത് പഠിച്ചോളുക. ഉറപ്പായിട്ട് ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓക്കെയാണ്. അടുത്ത പാർട്ടിലേക്ക് നമുക്ക് പോകാം. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി അവർ ചോദിക്കുകയാണ്. യങ്സ് മോഡുലസ് ഓഫ് വയർ ഡിപ്പെൻഡ്സ് അപ്പോൺ. ഒരു വയറിന്റെ യങ്സ് മോഡുലസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയൊക്കെയാണ്? യങ്സ് മോഡുലസ് ഓഫ് വയർ ഡിപ്പെൻഡ്സ് എന്നിട്ട് കുറെ കാര്യങ്ങൾ നമ്മളോട് അവർ തന്നിട്ടുണ്ടാകാം. നോക്കണേ, ഇവിടെ യങ്സ് മോഡുലസ് വൈ, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറുകളായിട്ട് അവർ തന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയാമോ? ഒന്ന്, ഡയമീറ്റർ ഓഫ് വയർ. നമുക്ക് തന്നിരിക്കുന്ന വയറിന്റെ ഡയമീറ്റർ ഒരു കാര്യം, ഒന്നാമത്തത്. രണ്ടവർ പറഞ്ഞേക്കാണ് മാസ് ഓഫ് ദ അപ്പൊ അതിനകത്ത് മാസ് ഓഫ് ദ ബോഡി, അതായത് ഇതിന്റെ മാസ് ഓഫ് ദ വയർ, മാസ് ഓഫ് വയർ ആണ്. തേർഡ് വൺ ആയിട്ട് അവർ പറഞ്ഞേക്കാണ് ലെങ്ത് ഓഫ് ദ വയർ, ഈ വയറിന്റെ ലെങ്ത് ഓഫ് ദ വയർ. ഫോർത്ത് വൺ നമ്മളോട് പറഞ്ഞേക്കാണ് നേച്ചർ, മെറ്റീരിയൽ ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ വയർ. ഇതിൽ ഏത് കാര്യമാണ് യങ്സ് മോഡുലസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഡയമീറ്റർ ആണോ? അല്ല. അതിന്റെ മാസ് ആണോ? അല്ല. അതിന്റെ ലെങ്ത് ആണോ? അല്ല. പിന്നെന്താണ്? മെറ്റീരിയലിന്റെ നേച്ചർ ഒരു ഫാക്ടറാണ്. നേച്ചറിനെയാണ് എപ്പോഴും അത് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ മെറ്റീരിയൽ ഓഫ് ദ വയർ തന്നെയാണ് എന്ത്? യങ്സ് മോഡുലസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇത് നേരത്തെ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ യങ്സ് മോഡുലസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡയമീറ്റർ ആണോ? അല്ല. മാസ് ആണോ? അല്ല. ലെങ്ത് ഓഫ് ദ വയർ? അല്ല. പകരം മെറ്റീരിയൽ നേച്ചർ ആണെന്ന് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് വൺ. അപ്പൊ ഇവിടെ സ്ട്രെസ്സും സ്ട്രെയിനും നമ്മൾ കണ്ടു. ഇനി സ്ട്രെസ് സ്ട്രെയിൻ ബേസ് ചെയ്തുകൊണ്ടുള്ള ഗ്രാഫാണ് പിന്നെ എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അതായത് എന്താണ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് അല്ലെങ്കിൽ സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്ന് പറയുന്നത്? ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഒരു സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് അല്ലെങ്കിൽ സ്ട്രെസ് സ്ട്രെയിൻ കർവ് നമ്മൾ നോക്കിയാൽ എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് നോക്കാം. ഇവിടെ സാർ എക്സ് ആക്സിസിൽ സ്ട്രെയിനിനെയും വൈ ആക്സിസിൽ സ്ട്രെസ്സിനെയും എടുത്തിട്ടുണ്ട്. ഇതിന്റെ ഗ്രാഫ് നോക്കിയാൽ ഗ്രാഫ് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വന്ന് ഒരു കർവായി പിന്നെ ഒരു കർവായി ഇങ്ങനെ പോകുന്നതായിട്ട് കാണാം. അപ്പൊ ഇതിന് നെയിമിംഗ് കൊടുക്കാം. O, then A, ഈ എൻഡിൽ B, നെക്സ്റ്റ് C ആൻഡ് D, ലാസ്റ്റ് E. ഇവിടെ ഇത്രയും പോയിന്റുകൾ ഈ ഗ്രാഫിനകത്തുണ്ട്. ഇതെന്തൊക്കെയാണ് എന്നുള്ളത് മസ്റ്റായിട്ട് എക്സാമിന് എക്സ്പെക്ട് ചെയ്തോ. O മുതൽ A വരെ നമ്മൾ നോക്കിയാൽ സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. അപ്പോൾ O മുതൽ A വരെ നമ്മൾ എടുക്കുമ്പോൾ സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. അഥവാ
അത് പ്രൊപ്പോർഷണൽ ലിമിറ്റിലാണ് നമുക്ക് പറയാം. അപ്പോ O മുതൽ A വരെ സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സ്ട്രെയിൻ, therefore അത് ഏതാണ് മക്കളെ? പ്രൊപ്പോർഷണൽ ലിമിറ്റിലാണ് നമുക്ക് പറയാം. പ്രൊപ്പോർഷണൽ ലിമിറ്റിലാണ് നമുക്ക് പറയാം. ഇനി അടുത്ത് നോക്കേ, ബിയിലേക്ക് വന്നപ്പോൾ അവിടെ ഒന്ന് ചേഞ്ച് ചെയ്തു അല്ലെ, ചേഞ്ച് ചെയ്ത് ഒരു ബെൻഡിങ് ആണ് മാറിയത്. അപ്പൊ ബിയുടെ പ്രത്യേകത എന്താണ്? ബി ഈസ് കാൾഡ് അവിടുത്തെ. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഗ്രാഫിനകത്ത് നോക്കിയാലേ O മുതൽ A വരെയുള്ള പോയിന്റ് സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സ്ട്രെയിൻ, അതുകൊണ്ട് പ്രൊപ്പോർഷണൽ ലിമിറ്റിലാണ്. എന്നാൽ O മുതൽ B വരെ നോക്കുകയാണെങ്കിൽ ഈ B വരെ എത്തുമ്പോൾ, O മുതൽ B വരെ എത്തുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്നത് അതിന്റെ ഈ ഇലാസ്റ്റിക് ലിമിറ്റിലെത്തി എന്ന് പറയും. എന്തിലെത്തി എന്ന് പറയും? ഇലാസ്റ്റിക് ലിമിറ്റ്. അപ്പൊ OB അതിന്റെ ഇലാസ്റ്റിക് ലിമിറ്റ് ആണ്. എന്താണ് അവിടെ? ആ ഇലാസ്റ്റിക് ലിമിറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ അങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ നോക്കേ, സ്ട്രെസ് വലുതായിട്ട് വേണ്ട, സ്ട്രെയിൻ ആണ് അവിടെ ഇലോങ്ങേറ്റ് ചെയ്ത് അത് സിയിലേക്ക് പോയേക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട് മക്കളെ. ഈ ഇലാസ്റ്റിക് ലിമിറ്റിന് നമ്മൾ മറ്റൊരു പേര് കൂടിയാണ് ഇവിടെ വിളിക്കുന്നത്, ഈൽഡ് പോയിന്റ് എന്ന് പറയും. എന്ത് പോയിന്റ് ആണ്? ഈൽഡ് പോയിന്റ്. ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ ഈൽഡ് പോയിന്റ്. അടുത്ത ബി കഴിഞ്ഞ് സിയിലേക്ക് പോകുമ്പോഴോ അവിടെ നോക്കടാ, സ്ട്രെസ് കുറച്ച് മതി, സ്ട്രെയിൻ ആണ് അവിടെ, ഇലോങ്ങേഷൻ ആണ്. അപ്പൊ സ്ട്രെയിനിലാണ് സിയിലേക്ക് വന്നേക്കുന്നത്. അപ്പൊ സിയിൽ എത്തിക്കഴിഞ്ഞോ? സിയിൽ എത്തിക്കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഇവിടെ വെച്ച് ബോഡിയെ റിമൂവ് ചെയ്താൽ ബോഡി വീണ്ടും, അതായത് ഇപ്പൊ എയിൽ വെച്ച് നിങ്ങൾ ലോഡ് മാറ്റിയാൽ തിരിച്ച് ഒറിജിനിലേക്ക് വരും, ബിയിൽ വെച്ച് ലോഡ് മാറ്റിയാലും അതേ ഗ്രാഫ് അതേ പാത്തിലൂടെ ഒറിജിനിലേക്ക് വരും. സിയിൽ വെച്ച് മാറ്റിക്കഴിഞ്ഞാൽ ഇനി ഇതേ പാത്തിലൂടെ ഇത് ഒരിക്കലും റീട്രേസ് ചെയ്ത് ഒറിജിനിലേക്ക് വരുമോ? ഇല്ല. പകരം അവിടെ വെച്ച് നേരെ ഈ പോയിന്റിലൂടെ, അതായത് O ഡാഷ് എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിലേക്കാണ് ഇത് വന്ന് നിൽക്കുന്നത്. ഇതിനെ വിളിക്കുന്ന പേര് മക്കളെ പെർമനന്റ് സെറ്റ് എന്നാണ് പറയുക. പെർമനന്റ് സെറ്റ് ആണ് O ഡാഷ് എന്ന് പറയുന്നത്. ഇനി വീണ്ടും നമ്മൾ ലോഡ് കൊടുത്തു, സ്ട്രെസ് കൊടുത്തു, സ്ട്രെസ്സും കൂടി സ്ട്രെയിനും കൂടി അത് അതിന്റെ മാക്സിമത്തിലെത്തി. ആ മാക്സിമം പോയിന്റിനെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്നാണ് നമ്മൾ പറയുക. അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്ന് പറയും. അതായത് മാക്സിമം സ്ട്രെസ് കിട്ടുന്ന പോയിന്റ് ആണ്. ഇത് കഴിഞ്ഞാലോ പിന്നെ നമ്മൾ വീണ്ടും ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ലോഡൊന്നും കൊടുക്കണ്ട, ലോഡ് കുറയുന്നതായിട്ട് കാണുന്നു, ബട്ട് ലെങ്ത് കൂടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ അത് എൻഡിലെത്തി, അതായത് അതിന്റെ മാക്സിമത്തിലെത്തി. ഇവിടെ വെച്ച് അത് ഫ്രാക്ചർ പോയിന്റ് ആയിട്ട് മാറി, ബ്രേക്കിംഗ് പോയിന്റ് ആയിട്ട് മാറി, പൊട്ടിപ്പോവുകയാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ ഗ്രാഫിനകത്ത് നിങ്ങൾ O മുതൽ A വരെ, O to A, that is the proportional limit. Then A to B, that is the elastic limit. Then B to C ലേക്ക് വന്നപ്പോൾ elastic limit is also called yield point. സിയിൽ നിന്ന് നമ്മൾ ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ that does not retains the original state. ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് വരുമോ? ഇല്ല. ഇറ്റ് റിട്ടേൺസ് നിയറസ്റ്റ് ദ ഒറിജിനൽ സ്റ്റേറ്റ്, ദാറ്റ് ഈസ് കാൾഡ് പെർമനന്റ് സെറ്റ്. എഗൈൻ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് അതിന്റെ മാക്സിമത്തിലേക്ക് എത്തി, അൾട്ടിമേറ്റ് സ്ട്രെങ്തിലേക്ക് വന്നു. അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എത്തിക്കഴിഞ്ഞാൽ ഇനിയും ലോഡ് കൊടുത്താലോ? ഒന്നും വേണ്ട, ലോഡ് ഇല്ലാണ്ട് തന്നെ ലെങ്ത് അങ്ങോട്ട് കൂടി അത് ഫ്രാക്ചർ അഥവാ ബ്രേക്കിംഗ് പോയിന്റിലേക്ക് വന്നു. ഇതാണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ്. ഇതിനെ ബാക്ക് ആൻഡ് നെക്ക് കർവ് എന്ന് കൂടി വിളിക്കാറുണ്ട്. അപ്പൊ ഇത് പഠിച്ചോളുക. 100% ഷുവർട്ടി ക്വസ്റ്റ്യനുകളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്ന് പറയുന്നത്. ഇതിനെ ബേസ് ചെയ്ത് നമ്മളോട് എക്സാമിന് മുൻ എക്സാമുകൾക്ക് ക്വസ്റ്റ്യനുകൾ വന്നിട്ടുണ്ട്. അതായത് അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ കൂടി സാർ ഇവിടെ ഡിസ്കസ് ചെയ്യാം. അതായത് നമുക്ക് ഇതേപോലെ തന്നെ രണ്ട് ഗ്രാഫുകളാണ് അവർ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഫോർ 2 മെറ്റീരിയൽ A ആൻഡ് B ആർ ഷോൺ. രണ്ട് മെറ്റീരിയലുകളുടെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്, എക്സ് ആക്സിസിനകത്ത് സ്ട്രെയിൻ, വൈ ആക്സിസിനകത്ത് സ്ട്രെസ് തന്നിട്ടുണ്ട്. ദെൻ ഗ്രാഫ് ഇതാണ് A എന്ന് പറയുന്ന മെറ്റീരിയലിന്റെ ഗ്രാഫ്. ദെൻ B എന്ന് പറയുന്ന മെറ്റീരിയലിന്റെ ഗ്രാഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ് ആക്സിനകത്ത് സ്ട്രെയിൻ ഉണ്ട്, വൈ ആക്സിനകത്ത് സ്ട്രെസ് ഉണ്ട്. സ്ട്രെസ് ഗ്രാഫ് ദാ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പം B എന്ന് പറയുന്ന മെറ്റീരിയൽ, അപ്പം there are two material A and B of stress strain graph are shown. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ ലോ വിച്ച് റിലേറ്റഡ് ടു ദിസ് ഗ്രാഫ്. ഈ ഗ്രാഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലോ ഏതാണെന്ന് സ്റ്റേറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ലോ റിലേറ്റഡ് ടു ദ ഗ്രാഫ്. റിലേറ്റഡ് ടു ദ ഗ്രാഫ്, ഗ്രാഫുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ലോ ഏതാണ്? വളരെ സിമ്പിൾ. ഏതിലാ? കറക്റ്റ്, ഹുക്സ് ലാ തന്നെ. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യത്തേനുള്ള ആൻസർ പറയാൻ കഴിഞ്ഞു. ഏതാ? ഹുക്സ് ലാ ആണ് ഇതിനകത്തെ റിലേറ്റഡ് ഗ്രാഫ്. എന്തുകൊണ്ടാ? സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഏതിലായാണ്? ഹുക്സ് ലാ ആണ് അല്ലേ? അതെ. അപ്പൊ ഇനി രണ്ടാമത് അവർ നമ്മളോട് ചോദിച്ചേക്കാണ്, വിച്ച് ഈസ് മോർ ഡക്റ്റൈൽ? വിച്ച് ഈസ് മോർ ഡക്റ്റൈൽ? ഇതിൽ ഏതാണ് കൂടുതൽ ഡക്റ്റൈൽ
ഡക്റ്റൈൽ ആയിട്ടുള്ളത്. അതെന്താ സാർ ഈ ഡക്റ്റൈൽ എന്ന് പറയുന്നത്? വലിച്ചു നീട്ടി കമ്പികളാക്കി മാറ്റാൻ പറ്റുന്ന, നൂല് പോലെ വലിച്ചിങ്ങനെ നീട്ടുവാൻ കഴിയുന്ന, അതാണ് ഡക്റ്റൈൽ മെറ്റീരിയൽ. അപ്പൊ മക്കളെ ഇതിനകത്ത് ഡക്റ്റൈൽ, എടാ ആ ഫിഗറിൽ ഒന്ന് നോക്കിയാ നീളം കൂടിയിട്ടിരിക്കുന്ന കണ്ടോ? യെസ്. അപ്പൊ ഇലോങ്ങേഷൻ കൂടി വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ അതാ ഇവിടെ ഇലോങ്ങേഷൻ കൂടി നിൽക്കുക. നേരത്തെ നമ്മൾ കണ്ടതാണ് O മുതൽ A വരെ പ്രൊപ്പോർഷണൽ ലിമിറ്റ്, പ്രൊപ്പോർഷണൽ ലിമിറ്റ്, ഈ B വരെ ഇലാസ്റ്റിക് ലിമിറ്റ്. അത് കഴിഞ്ഞ ശേഷം നമുക്കിവിടെ എന്തായിരുന്നു? അതിന്റെ ഈ പോയിന്റിലേക്ക് വന്നാൽ അതിന്റെ പെർമനന്റ് സെറ്റിലേക്ക് പോയി. ഈ പെർമനന്റ് സെറ്റ് വരെയുള്ള ഇത്രയും റീജിയനെ നമ്മൾ വിളിക്കുന്നത് ഇലാസ്റ്റിക് റീജിയൻ എന്നാണ്. ഇലാസ്റ്റിക് റീജിയൻ എന്നാണ്. ഇത് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് നിൽക്കുന്നതിനെ നമ്മൾ വിളിക്കുന്നത് പ്ലാസ്റ്റിക് റീജിയൻ എന്നാണ്. എന്താണ് വിളിക്കുന്നത്? പ്ലാസ്റ്റിക് റീജിയൻ. അപ്പൊ ഇലാസ്റ്റിക് റീജിയൻ കുറവാണെങ്കിൽ അതൊരിക്കലും ഡക്റ്റൈൽ അല്ല. ഇലാസ്റ്റിക് റീജിയൻ, അതായത് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞേ ഇത് അങ്ങോട്ട് ലെങ്ത് ഉണ്ട് അല്ലെ? പ്ലാസ്റ്റിക് റീജിയൻ വളരെ കൂടുതലാണ്. അത്തരത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതെന്ത് മെറ്റീരിയൽ ആണെടാ? വലിച്ചു നീട്ടി കമ്പികളാക്കി മാറ്റാൻ കഴിയുന്ന ഡക്റ്റൈൽ മെറ്റീരിയൽ ആണ്. മക്കളെ ഇവിടെ നോക്കിയാൽ പ്ലാസ്റ്റിക് റേഞ്ച് വളരെ കുറവല്ലേടാ? സംശയം വേണ്ട, അയാൾ ആരല്ല? ഡക്റ്റൈൽ അല്ല. അപ്പൊ എന്താണ് സാർ ഇത്തരം ഗ്രാഫുകൾ? ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ബ്രിട്ടിൽ മെറ്റീരിയൽ എന്നാണ് പറയുക. ഇത് ഡക്റ്റൈൽ മെറ്റീരിയൽ ആണെങ്കിൽ അതേതാ? ബ്രിട്ടിൽ മെറ്റീരിയൽ. ചോദ്യത്തിൽ അതില്ല. വിച്ച് ഈസ് മോർ ഡക്റ്റൈൽ? സംശയം വേണ്ട, എ എന്ന് പറയുന്ന ഗ്രാഫാണ് ഇവിടെ ആര്? ഡക്റ്റൈൽ മെറ്റീരിയൽ ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. മൂന്നാമത്തെ ചോദ്യമായിട്ട് അവർ നമ്മളോട് ചോദിച്ചത് then which material is more elastic? Which material is more elastic? ഏതിൽ ഏതാണ് മെറ്റീരിയൽ ഈസ് മോർ ഇലാസ്റ്റിക്, കൂടുതൽ ഇലാസ്റ്റിക് ആയിട്ടുള്ളത്? ഇതിലേതാണ്? ലെങ്ത് കൂട്ടുവാൻ കഴിയുന്ന അതേതാണോ അത് തന്നെയാണ് നമുക്ക് ഏതായിട്ട് പറയാൻ കഴിയുന്നത്. ഇത് ഇലാസ്റ്റിക് ആണോ? പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതല്ലേ? ഇലാസ്റ്റിക് ആണോ? അല്ല. അപ്പൊ മോർ ഇലാസ്റ്റിക് എന്ന് പറയുന്നത് ഏതാണ്? എ തന്നെയാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ ആണല്ലോ? അപ്പൊ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട് ഹുക്സ് ലായുമായിട്ട് ബന്ധപ്പെട്ട് ഈ രണ്ട് ഗ്രാഫുകൾ കൂടി പഠിച്ചു വെച്ചോളുക. അടുത്ത പാർട്ടിലേക്ക് നമുക്ക് പോകാം. അടുത്ത നമ്മളോട് ചോദിക്കുന്ന മറ്റു ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. Which is more elastic, rubber or steel? റബ്ബർ ആണോ സ്റ്റീൽ ആണോ കൂടുതൽ ഇലാസ്റ്റിക് ആയിട്ടുള്ളത്? ഒരു ചോദ്യമാണ്. അവിടെ നിങ്ങൾ ഇപ്പൊ തന്നെ ആൻസർ പറയുന്നു എന്ന് എനിക്കറിയാം. സോ then which is more elastic? Which is more elastic? ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? ഒന്ന് റബ്ബർ തന്നിട്ടുണ്ട്, മറ്റൊന്ന് സ്റ്റീൽ തന്നിട്ടുണ്ട്. എങ്കിൽ ഇവിടെ നമുക്ക് നോക്കാം. നമ്മൾ കാണുമ്പോൾ റബ്ബറിനെ നന്നായിട്ട് വലിച്ചു നീട്ടാൻ പറ്റുമല്ലേ? സ്റ്റീൽ അങ്ങനെ പറ്റുമോ? സ്റ്റീൽ പാത്രം എടുത്ത് ഇങ്ങനെ പറ്റുമോ? ഇല്ല. അപ്പം അവിടെ എന്താണ് ഇലാസ്റ്റിക്? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, സാർ നേരത്തെ തന്നെ പറഞ്ഞു, ഇലാസ്റ്റിക് എന്താണ് എന്ന് ചോദിച്ചാൽ യങ്സ് മോഡുലസ് ഏറ്റവും കൂടുതൽ ആർക്കാണോ, യങ്സ് മോഡുലസ് കൂടുതൽ ആർക്കാണോ അയാളാണ് കൂടുതൽ ഇലാസ്റ്റിക്. നമ്മൾ പഠിച്ചായിരുന്നു യങ്സ് മോഡുലസ് ഈസ് ഈക്വൽ ടു ലോങ്ജിറ്റ്യൂഡിനസ് സ്ട്രെസ് ബൈ ലോങ്ജിറ്റ്യൂഡിനസ് സ്ട്രെയിൻ. പഠിച്ചാണോ? അതെ. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതിയത്? യങ്സ് മോഡുലസ് ഈസ് ഈക്വൽ ടു എഫ്, ഈ എൽ നേരെ മുകളിലേക്ക് വന്നോ, എഫ് എൽ ഡിവൈഡ് ബൈ എ ഇൻറ്റു ഡെൽറ്റ എൽ ആണല്ലോ മക്കളെ. എഫ് എൽ ഡിവൈഡ് ബൈ എ ഇൻറ്റു ഡെൽറ്റ എൽ. ഇതിനെ വീണ്ടും മാറ്റി നമുക്ക് എഴുതാം. എഫിന് നമുക്ക് എന്ത് എഴുതാം? എം ജി എൽ എന്ന് എഴുതാം, കാരണം എഫ് എം ജി ആണ്. ഏരിയ വേണേ പൈ ആർ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എൽ എന്ന് എഴുതാം. അപ്പൊ ഇവിടെ മാസ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതിന്റെ ഒറിജിനൽ ലെങ്ത് പൈ ആർ സ്ക്വയർ ഒക്കെ കോൺസ്റ്റന്റാലിറ്റി അല്ലേ മക്കളെ? അതെ. അങ്ങനെയാണെങ്കിൽ നോക്കടാ, യങ്സ് മോഡുലസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ഡെൽറ്റ എൽ അല്ലേ? അപ്പൊ ഇതിനകത്ത് എന്താ പറയേണ്ടത്? ഡെൽറ്റ എൽ കൂടിയ, ഡെൽറ്റ എൽ കുറവാണെങ്കിൽ യങ്സ് മോഡുലസ് കൂടുതലാ. ഇവിടെ നോക്കേ, സ്റ്റീലിന് വലിച്ചങ്ങനെ അങ്ങോട്ട് നീട്ടാൻ പറ്റുന്നുണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ ലെങ്ത് എന്തായിരുന്നു? ചേഞ്ച് ലെങ്ത് കുറവായിരുന്നു. അങ്ങനെയാണ് ചേഞ്ച് ലെങ്ത് കുറവാണെങ്കിൽ എന്ത് കൂടി? യങ്സ് മോഡുലസ് കൂടി. അപ്പൊ യങ്സ് മോഡുലസ് ആർക്കാ കൂടുതൽ? സ്റ്റീലിന്. അപ്പൊ സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ. ഉറപ്പായിട്ട് എഴുതാമല്ലോ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ. അപ്പൊ എന്തുകൊണ്ട് എന്ന് കൂടി ചോദിച്ചാൽ നിങ്ങൾ ഇത് എഴുതണം. അപ്പൊ വിച്ച് ഈസ് മോർ ഇലാസ്റ്റിക്? സ്റ്റീൽ. വൈ എന്ന് ചോദിച്ചാൽ വി ഹാവ് യങ്സ് മോഡുലസ് ഈസ് ഈക്വൽ ടു ലോങ്ജിറ്റ്യൂഡിനസ് സ്ട്രെസ് ബൈ then longitudinal strain എന്ന് പറയാം, tensile stress by longitudinal strain എന്ന് പറയാം. FL by A into delta L, MGL by pi r square into delta L. Yet then Y is inversely proportional to delta L. When delta L decreases, Y increases. Okay ആണല്ലോ? Yes. ഇതേപോലെ തന്നെ ചോദിക്കാം, which one will you prefer? Then കൂടുതലായിട്ട് നമുക്ക് എന്താ പറയാ, ലെങ്ത് കൂട്ടുവാൻ കഴിയുന്ന എന്ന് പറഞ്ഞിട്ട് അവരുടെ ചോദ്യം ഇതാണ്. ഒന്ന് അയൺ തന്നിട്ടുണ്ട്, പിന്നെ ഒന്ന് ഗ്ലാസ് തന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഏതിനാണ് കൂടുതൽ നിങ്ങൾ എന്താ പറയാ ഇലോങ്ങേഷന് വേണ്ടി പ്രിഫറൻസ് കൊടുക്കുന്നത്?
എന്ന് ചോദിച്ചാൽ, അതായത് അയൺ തന്നിട്ടുണ്ട്, ഗ്ലാസ് തന്നിട്ടുണ്ട്. അയണിനെയാണോ ഗ്ലാസിനെയാണോ കൂടുതൽ ഇലോങ്ങേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്? അവിടെ ഉദ്ദേശിക്കുന്നത് കൂടുതൽ ഇലാസ്റ്റിക് എന്ന് തന്നെയാണ്. കൂടുതൽ ഇലാസ്റ്റിക് ഗ്ലാസ് അല്ല, തീർച്ചയായിട്ടും ആരാ? അയൺ ആണ്. കാരണം എന്താ? ഇതേ ക്വസ്റ്റ്യൻ തന്നെ അയണിന്റെ യങ്സ് മോഡുലസ്. അപ്പൊ അവിടെ നമുക്ക് ആരൊക്കെ ഉണ്ട്? ഗ്ലാസ് ഉണ്ട്, മറ്റൊന്ന് അയൺ തന്നിട്ടുണ്ട്. സംശയം വേണ്ട, ദെൻ അയൺ ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ ഗ്ലാസ് ആണ്. അതുപോലെ തന്നെ പിന്നെയും ചോദിച്ചേക്കുന്ന മറ്റൊരു കാര്യമാണ്, ദെൻ സ്റ്റീല്, കോപ്പർ, ഇത് രണ്ടും തന്നേക്കുന്നു. ഒന്ന് സ്റ്റീല്, മറ്റൊന്ന് കോപ്പർ. കോപ്പർ, സ്റ്റീൽ, ഇതിലേതാണ് സ്പ്രിംഗ് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് കൂടുതൽ നമുക്ക് ഇലോങ്ങേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടല്ല, കൂടുതൽ സ്ട്രെങ്ത് ഉള്ള സ്പ്രിങ്ങിനെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? സംശയം വേണ്ട, സ്റ്റീലിനെയാ. കാരണം എന്താ? യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ കൂടുതലായിരിക്കും. അപ്പൊ ഇതെല്ലാം യങ്സ് മോഡുലസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യണം. ഇനി ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാണ്, യങ്സ് മോഡുലസ് ഇവിടെ ഇങ്ങനെയാണ് വന്നേക്കുന്നത്, വിച്ച് ഈസ് മോർ ഇലാസ്റ്റിക്, വാട്ടർ ഓർ എയർ? അത് കൊള്ളാം, നല്ല ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് മോർ ഇലാസ്റ്റിക്, വാട്ടർ ആണോ എയർ ആണോ കൂടുതൽ ഇലാസ്റ്റിക് എന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കേണ്ട കാര്യം, ഇതിൽ ആരെയാണ് നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റുന്നത്? ആരെയാണ്? എയറിനെയാണ്. വാട്ടറിനെ നമുക്ക് കംപ്രസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പൊ സംശയം വേണ്ട. അപ്പൊ ഇതിനകത്ത് അപ്പൊ എയർ അല്ല, ആരാ? വാട്ടർ. വാട്ടറിനെ നമുക്ക് അങ്ങനെ കംപ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, കംപ്രസിബിലിറ്റി കുറഞ്ഞാണ്. അപ്പൊ ഇതിനകത്ത് വാട്ടർ ആണ് യങ്സ് മോഡുലസ് കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് വാട്ടർ ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ ഏതെന്ന് പറയാം? നമുക്ക് എയർ എന്ന് പറയാം. അപ്പൊ ക്വസ്റ്റ്യൻ, വിച്ച് മോർ ഇലാസ്റ്റിക്, വാട്ടർ ഓർ എയർ? വൈ? വാട്ടർ ആണ് അവിടെ കൂടുതലായിട്ടുള്ളത്. കാരണം എന്താ? എയറിനെ കൂടുതൽ കംപ്രസ് ചെയ്യാൻ പറ്റും, എന്നാൽ വാട്ടറിനെ നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റില്ല, ഇൻകംപ്രസിബിൾ ആണ്. കാരണം എന്തുകൊണ്ടാണ്? ബൾക്ക് മോഡുലസിന്റെ റെസിപ്രോക്കൽ ആണ് കംപ്രസിബിലിറ്റി എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ കംപ്രസിബിലിറ്റി ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ്. മറക്കല്ലേ, കംപ്രസിബിലിറ്റി ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ്. വാട്ടറിന് കംപ്രസിബിലിറ്റി എന്താണ്? വളരെ കുറവാണ്. അതിനർത്ഥം എന്താ? ബൾക്ക് മോഡുലസ് വളരെ കൂടുതലാണ്. അപ്പൊ യങ്സ് മോഡുലസ് പോലെ ഇവിടെ ബൾക്ക് മോഡുലസ് കൂടിയിരിക്കുന്നുണ്ട്. വാട്ടർ ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? വാട്ടർ മോർ ഇലാസ്റ്റിക് ദാൻ എയർ എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ? ബിക്കോസ് കംപ്രസിബിലിറ്റി ഓഫ് വാട്ടർ ഈസ് സ്മാൾ, ബിക്കോസ് ഇറ്റ്സ് ബൾക്ക് മോഡുലസ് ഈസ് മോർ. therefore compressibility is the reciprocal of the bulk modulus എന്ന് നമുക്ക് പറയാം. then അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഇതേ കാര്യത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ചോദിച്ചേക്കുന്ന ഒരു പ്രോബ്ലം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് ആ പ്രോബ്ലം നോക്കി. then ക്വസ്റ്റ്യൻ ഇതാണ്, if the bulk modulus of water is 2 into 10 raised to 9, bulk modulus of water is 9 into 10 raised to 9 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. എങ്കിൽ ഫൈൻഡ് അതിന്റെ കംപ്രസബിലിറ്റി കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് അറിയാം. എന്താ? കംപ്രസബിലിറ്റി ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ്. അപ്പൊ കംപ്രസബിലിറ്റി ഈസ് ഈക്വൽ ടു 1 ബൈ ബൾക്ക് മോഡുലസ് എത്ര മക്കളെ? 9 into 10 raised to 9. ഈ 10 raised to 9 നേരെ മുകളിലേക്ക് വരുമ്പോൾ 10 raised to minus 9 by 9. 10 raised to minus 9 by 9. അപ്പോൾ ഇവിടെ 1 by 9 വാല്യൂ എടുക്കാമല്ലോ. അത് into 10 raised to minus 9 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? കംപ്രസബിലിറ്റി. അവിടെ യൂണിറ്റ് പറയുമ്പോൾ ഇത് നേരെ തിരിച്ചല്ലേ പറയേണ്ടത്? അപ്പൊ ന്യൂട്ടൺ റൈസ് ടു -1 മീറ്റർ റൈസ് ടു, അപ്പൊ ന്യൂട്ടൺ താഴെ വന്നോ? മീറ്റർ സ്ക്വയർ ആയിരുന്നോ? അപ്പം ന്യൂട്ടൺ താഴെയായി, മീറ്റർ നേരെ മുകളിലേക്കായി. അപ്പൊ അവിടെ മീറ്റർ സ്ക്വയർ ഒന്നുകിൽ നമുക്ക് തല തിരിച്ചത് പറയാം. എങ്ങനെ? ഇത് നേരെ താഴെയല്ലേ നിൽക്കുന്നത്? ഇവിടെയാണ് 9 into 10 raised to 9 എന്താ? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ ഈ ന്യൂട്ടൺ എവിടെയാണ് നിൽക്കുന്നത്? താഴെ. അപ്പൊ ഇത് ഇവിടുത്തെ കേസിനകത്ത് എങ്ങോട്ടേക്ക് വരണം? അതായത് ഇവിടെ മുകളിലുള്ളത് താഴെ വന്നു, താഴെയുള്ളത് മുകളിലേക്ക് വന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ന്യൂട്ടൺ എന്നുള്ളത് റൈസ് ടു -1 ആയി. അതായത് ന്യൂട്ടൺ താഴേക്കല്ലേ പോയേക്കുന്നത്? അതെ. ദെൻ മീറ്റർ നേരെ മുകളിലേക്കല്ലേ വന്നേക്കുന്നത്? അപ്പം മീറ്റർ സ്ക്വയർ ആയിട്ട് മാറി. ന്യൂട്ടൺ റൈസ് ടു -1 മീറ്റർ സ്ക്വയർ. ഇവിടെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അഥവാ ഇതിനെ എഴുതുമ്പോൾ ഓർത്തോണം, ന്യൂട്ടൺ ബൈ ദെൻ മീറ്റർ സ്ക്വയർ ആണ്. ഇത് മുകളിലേക്ക് വരുമ്പോൾ ന്യൂട്ടൺ മീറ്റർ റൈസ് ടു -2. ഇത് നേരെ തിരിച്ചെന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത്. എന്താ? ന്യൂട്ടൺ റൈസ് ടു -1 മീറ്റർ റൈസ് ടു -2 ഇസ് ദ ഏതാ? കംപ്രസിബിലിറ്റിയുടെ വാല്യൂ. അപ്പോൾ 5 into 10 raised to -10 എന്നായിരിക്കും നമുക്ക് ഇത് ആൻസർ ആയിട്ട് കിട്ടുക, ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ചെയ്യാൻ പറ്റുമല്ലോ മക്കളെ? ഈസി അല്ലേ? യെസ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. എ വയർ ഓഫ് ലെങ്ത് 10 meter ആൻഡ് ഡയമീറ്റർ 2 millimeter along to 0.2 millimeter when stretched by a weight of 0.55 kilogram. Calculate the Young's modulus of the material. എന്താണ് സാർ? ഒന്നുകൂടെ പറഞ്ഞേ. ഞങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് കേൾക്കണം. തീർച്ചയായിട്ടും പറയാം. നോക്കിക്കോളൂ, എന്താണ് ക്വസ്റ്റ്യൻ അത് പറഞ്ഞേക്കുന്നത്? എ വയർ ഓഫ് ലെങ്ത്, ഒരു വയർ
ഇതിന്റെ ലെങ്ത് അവർ തന്നേക്കുന്നത് ദെൻ 10 മീറ്റർ ആണ്. 10 മീറ്റർ ലെങ്ത് ഉള്ള വയറാണ്. അതിനകത്തേക്ക് അതിന്റെ ഡയമീറ്റർ 2 മില്ലിമീറ്റർ ആണ്. ഡയമീറ്റർ ആണ് 2 മില്ലിമീറ്റർ ആണ്. ദെൻ ഇലോങ്ങേറ്റ് 0.2 മീറ്റർ. ഇതിൽ വെയിറ്റ് കൊടുത്തപ്പോൾ ഇതങ്ങോട്ടേക്ക് ഇലോങ്ങേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇലോങ്ങേറ്റ് ചെയ്തിരിക്കുന്നത് ഇത്രയുമാണ്. അപ്പൊ എല് ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് ഇലോങ്ങേറ്റ് ചെയ്തേക്കുന്നത്? 0.2 മില്ലിമീറ്റർ ആണ് ഇലോങ്ങേറ്റ് ചെയ്തേക്കുന്നത്. എങ്കിൽ ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്തേക്കുന്ന വെയിറ്റ്, ഇതിനകത്തേക്ക് ഇലോങ്ങേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുന്ന വെയിറ്റ് 0.55 കിലോഗ്രാം ആണെങ്കിൽ കാൽക്കുലേറ്റ് ദ യങ്സ് മോഡുലസ്. ഇതിന്റെ യങ്സ് മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്കറിയാം മക്കളെ, യങ്സ് മോഡുലസ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നടാ? ദെൻ അവിടെ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ, ടെൻസൈൽ സ്ട്രെയിൻ, അതായത് ടെൻസൈൽ സ്ട്രെസ് ബൈ ലോങ്ജിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ്. സ്ട്രെസ്സിനെ F/A ഡിവൈഡ് ബൈ സ്ട്രെയിൻ ഡെൽറ്റ L/L എന്ന് എഴുതാം. ദാറ്റ് ഈസ് യങ്സ് മോഡുലസ് ഈസ് ഈക്വൽ ടു എഫിനെ നമുക്ക് mg എന്ന് വേണമെങ്കിൽ എഴുതാമല്ലോ. യെസ്, അപ്പൊ ഇവിടെ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ എഴുതുമ്പോൾ F × L ഡിവൈഡ് ബൈ A × ഡെൽറ്റ L ഈസ് ദ ഫോർമുല. ഫോഴ്സ് ഡയറക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 10 മീറ്റർ. ഏരിയ πr² വെച്ച് ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത്. 2 മില്ലിമീറ്റർ എന്ന് പറയുന്ന ഡയമീറ്റർ ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പേ ആദ്യം ഞാൻ പറഞ്ഞിരുന്നു എന്താ, സൊല്യൂഷൻ എഴുതണം അല്ലെ. അപ്പൊ ലെങ്ത് ഓഫ് ദ വയർ 10 മീറ്റർ, then diameter 2 millimeter, radius is equal to 1 millimeter, which is equal to 10 raised to minus 3, 10 raised to minus 3 meter. Then അടുത്ത എന്താണ് വരുന്നത്? വെയിറ്റ് അല്ലെങ്കിൽ ഫോഴ്സ് ആണ്. 0.55 കിലോഗ്രാം ആണ് നമുക്ക് അവിടെ തന്നിരിക്കുന്നത്. ആ തന്നിരിക്കുന്ന വാല്യൂവിനകത്ത് അത് യഥാർത്ഥത്തിൽ വെയിറ്റ് അല്ല, പകരം എന്താ, മാസ്. അത്രയും മാസ് ആണ് പറഞ്ഞേക്കുന്ന ക്വസ്റ്റിനകത്ത്. അപ്പൊ മാസ് ആണ് നമുക്ക് തന്നേക്കുന്നത്. ഇത് m മാസ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ട്. എന്ത് കണ്ടുപിടിക്കണം? യങ്സ് മോഡുലസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ യങ്സ് മോഡുലസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഏതാ? FL ഡിവൈഡ് ബൈ A × ഡെൽറ്റ L. Y ഈസ് ഈക്വൽ ടു FmG എന്ന് എഴുതാം. ഇൻറ്റു L, L ക്യാപിറ്റൽ L ഡിവൈഡഡ് ബൈ ഏരിയ. ഏരിയ ഇവിടെ സർക്കുലർ ഷേപ്പ് അല്ലേ, അതിന് പകരം നമുക്ക് അന്നേരം എന്ത് എഴുതാം? πr² ഇൻറ്റു ഡെൽറ്റ L. എല്ലാ വാല്യൂസും ക്വസ്റ്റ്യൻ ഇല്ലേ മക്കളെ? ഉണ്ട്. എമ്മിന് പകരം 0.55 ഇൻറ്റു G 9.8 ഇൻറ്റു L 10 മീറ്റർ ഡിവൈഡഡ് ബൈ പൈ 3.14 ഇൻറ്റു ഏരിയ r². r എത്രയാണ് നമുക്ക് കിട്ടിയത്? 10 raised to minus 3. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ സ്ക്വയർ എടുക്കാം. 10 raised to minus 3 the whole square ഇൻറ്റു L ഡെൽറ്റ L. ചേഞ്ച് ഇൻ ലെങ്ത് എത്രയാണ് പറഞ്ഞത്? നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് 0.2 മില്ലിമീറ്റർ ആണ്. 0.2 × 10 raised to minus 3. ഇത്രയും വാല്യൂസ് നമ്മൾ വെച്ചിട്ട് എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്തോളുക. അപ്പൊ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഡിനോമിനേറ്റർ നിൽക്കുന്ന 10 raised to powers എല്ലാം ആദ്യം എടുക്കാമല്ലോ. മോളിൽ 0.55 ഇൻറ്റു 9.8 ഇൻറ്റു 10. താഴെ നിന്ന് നമുക്ക് എന്താ, ഇവിടെ 10 raised to minus 3 the whole square, 10 raised to minus 6. അത് മുകളിലേക്ക് വരുമ്പോൾ 10 raised to plus 6. 10 raised to minus 3 മുകളിലേക്ക് വരുമ്പോൾ 10 raised to plus 3. ഡിനോമിനേറ്ററിൽ നിന്ന് എന്തൊക്കെയുള്ളത്? 3.14 ഉണ്ട്, then 0.2 ഉണ്ട്. ഇനി പവറുകളെല്ലാം കൂടെ ഒന്ന് ഷോർട്ട് ആക്കി എഴുതാം. 10 raised to 3, 10 raised to 6, 10 raised to 9 ആയി. 9 ഉം 10 കൂടെ ചേരുമ്പോഴത്തേക്കും, അതായത് ഇവിടെ 10 raised to 9, ഇവിടെ 1 കൂടെ ആയി. അപ്പൊ 10 raised to 10 ആയിട്ടുണ്ട്. അപ്പൊ ബാക്കിയെല്ലാം എന്ത് ചെയ്യാം? 0.55 ഇൻറ്റു 9.8 ഡിവൈഡ് ബൈ 3.14 ഇൻറ്റു 0.2 ഇൻറ്റു 10 raised to 10. ഓക്കെ ആണല്ലോ. ഇനി കാൽക്കുലേഷൻ ചെയ്താൽ മതി. അത് തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക എത്രയാണ് അതിന്റെ ആൻസർ കിട്ടുന്നത് എന്നുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു പാർട്ടിൽ നമ്മളോട് എക്സാമിന് ചോദിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ. ഇനി ഇത് കൂടാതെ ഇതിനകത്ത് എക്സ്ട്രാ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി സാർ പറയാം. എന്താണ് ഇലാസ്റ്റോമർ എന്ന് പറയുന്നത്? അതിന്റെ ഗ്രാഫ് എങ്ങനെയാണ് എന്ന് എക്സാമിന് ചോദിക്കാം. ഇലാസ്റ്റോമേഴ്സ് എന്താണ്, അതിന്റെ ഗ്രാഫ് എങ്ങനെയാണ്? മക്കളെ, ഇലാസ്റ്റോമർ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, റബ്ബർ ഒരു ഇലാസ്റ്റോമർ ആണ്. എന്താണ്? ചെറിയ സ്ട്രെസ് കൊടുത്താൽ കൂടുതൽ ഇലോങ്ങേറ്റ് ചെയ്യുന്ന മെറ്റീരിയലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റോമർ എന്ന് പറയുന്നത്. അപ്പൊ ഇലാസ്റ്റോമേഴ്സിന്റെ പ്രത്യേകത, ഇലാസ്റ്റോമർ അല്ലെങ്കിൽ ഇലാസ്റ്റോമേഴ്സ് എന്ന് പറയുന്നത് ഡിനോട്ട് ഒബേ ഹുക്സ് ലോ, ഓർത്തോണം. അപ്പം then a material which shows more elongation with less stress, ചെറിയ സ്ട്രെസ് കൊണ്ട് കൂടുതൽ ഇലോങ്ങേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇലാസ്റ്റോമേഴ്സ് എന്ന് പറയുക. ഇലാസ്റ്റോമേഴ്സ്. അപ്പോൾ what do you mean by elastomers? A material which show more elongation with less stress. അപ്പോൾ അവയുടെ ഗ്രാഫിനാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സ്ട്രെയിൻ നമുക്ക് എക്സ് ആക്സിൽ എടുക്കാം, സ്ട്രെസ്സിന് y ആക്സിൽ എടുക്കാം. അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ ഗ്രാഫ് നമ്മൾ നോക്കിയാൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരുന്ന ഗ്രാഫ് ആണെങ്കിൽ സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സ്ട്രെയിൻ അത് ഹുക്സ് ലോ ഒബേ ചെയ്യും. ബട്ട്
ഇവിടെ ഇത് ഹൂക്സ് ലോ ഒബേ ചെയ്യില്ല. അതുകൊണ്ട് ഗ്രാഫ് ദാ ഇങ്ങനെയാണ് മക്കളെ ഇരിക്കുന്നത്. കണ്ടോ, സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്സ് അവിടെ സ്ട്രെയിറ്റ് ലൈൻ ആണോ? അല്ല. അപ്പൊ അതുകൊണ്ട് ഇത് എന്ത് ഒബേ ചെയ്യത്തില്ല? ഇമ്പോർട്ടന്റ് കാര്യം മറക്കല്ലേ, ഹൂക്സ് ലോയെ ഇത് ഒബേ ചെയ്യില്ല. അപ്പൊ ഹൂക്സ് ലോ ഒബേ ചെയ്യാത്തതാണ് ആര്? ഇലാസ്റ്റോമർ. അപ്പൊ ഇലാസ്റ്റോമർ എന്താണ്? ഒരു മെറ്റീരിയൽ ചെറിയൊരു സ്ട്രെസ് കൊടുത്താൽ ഇറ്റ് ഷോസ് മോർ ഇലോങ്ങേഷൻ ആണെങ്കിൽ അതൊരു ഇലാസ്റ്റോമർ ആണ്. റബ്ബർ ഒരു ഇലാസ്റ്റോമർ ആണ്. അത് ഹൂക്സ് ലോ ഒബേ ചെയ്യത്തില്ല. ഇത്രയും കാര്യം അവിടെ നിറഞ്ഞോളുക. നെക്സ്റ്റ് വൺ. ഇനി ഇതിനകത്ത് അറിയേണ്ടത് എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി. ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ഡിറൈവ് ചെയ്ത് നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അത് മസ്റ്റ് ആയിട്ട് നോക്കിക്കോണം. അവിടെ വരുമ്പോൾ ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ഇൻറ്റു വോളിയം എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടുന്നതാണ്. അത് മസ്റ്റ് ആയിട്ട് നോക്കിക്കൊള്ളുക. ഡിറൈവ് ചെയ്യാൻ ചോദിച്ചാൽ ചെയ്തോളുക. പിന്നെ വരുന്ന ഒരു കാര്യമാണ് ഇലാസ്റ്റിക് ഹിസ്റ്റീരിയസിസ്. എന്താണ് ഇലാസ്റ്റിക് ഹിസ്റ്റീരിയസിസ് എന്ന് നമ്മൾ പറയുന്നത്? നോക്കിക്കോളൂ. ഇതിനകത്ത് ഇലാസ്റ്റിക് ഹിസ്റ്റീരിയസിസ് എന്ന് പറയുന്നത് ഒരു സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിനെ എടുത്താൽ സ്ട്രെയിൻ ഈസ് ടേക്കൺ അലോങ് ദ എക്സ് ആക്സ്, സ്ട്രെസ് ഈസ് ടേക്കൺ അലോങ് ദ വൈ ആക്സ്. ഗ്രാഫ് ദാ ഇവിടുന്ന് ഇങ്ങനെ പോയി. അപ്പോൾ സ്ട്രെസ് സ്റ്റാർട്ട് ചെയ്തു, സ്ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു, അപ്പോൾ ഓ സ്റ്റാർട്ട് ചെയ്ത് എ വരെ എത്തി. തിരിച്ചിനി അതേ പാത്തിലൂടെ ഇതൊരിക്കലും വരില്ല. ഇത് മറ്റൊരു പാത്തിലൂടെയാണ് എവിടേക്ക് പോയത്? അതിന്റെ ഒറിജിനിലേക്ക് വന്നത്. അപ്പൊ ദ സ്ട്രെസ് ഈസ് നോട്ട്, അല്ലെങ്കിൽ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഈസ് നോട്ട് റീട്രേസ്. അത് റീട്രേസ് ചെയ്യപ്പെടാത്തവയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇലാസ്റ്റിക് ഹിസ്റ്റീരിയസിസ് കർവ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എടുക്കുമ്പോൾ ഇവിടെ നോക്കിയാൽ ഇതിനൊരു ഏരിയ കാണിക്കും. ഈ ഏരിയ അവിടുത്തെ എനർജി ഡിസിപ്പേഷൻ ആണ്. എനർജി ഡിസിപ്പേഷൻ ആണ്. എത്രമാത്രം എനർജിയെ കൺസ്യൂം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇത് കാണിക്കുന്നത്. അപ്പൊ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് പോയ വഴി തന്നെ തിരിച്ചു വരുന്നില്ല, വേറൊരു വഴിയിലൂടെയാണ് തിരിച്ചു വരുന്നതെങ്കിൽ അത്തരം ഗ്രാഫുകൾ, അത്തരം കർവുകളെ ഇലാസ്റ്റിക് ഹിസ്റ്റീരിയസിസ് കർവ് എന്നാണ് പറയുക. അപ്പൊ സ്ട്രെസ് സ്ട്രെയിൻ കർവ് നോട്ട് റീട്രേസ്ഡ് ഓൺ ദ സെയിം പാത്ത് ഈസ് കാൾഡ് ഇലാസ്റ്റിക് ഹിസ്റ്റീരിയസിസ് ആൻഡ് ഏരിയ ഓഫ് ദ കർവ് ഈസ് കാൾഡ് എനർജി ഡിസിപ്പേഷൻ. മക്കളെ, ഇതിനകത്ത് എക്സാമിന് നമ്മളോട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നോട് പറയാം. ഇതൊരു ഗ്രാഫായിട്ട് നമുക്ക് എടുക്കാം. രണ്ടാമതൊരു ഗ്രാഫ് ഇവിടെ നിങ്ങൾ നോക്കിക്കോ. എഗെയിൻ ഒരു സ്ട്രെയിൻ ഗ്രാഫ്. ഇവിടെ സ്ട്രെസ്, സ്ട്രെയിനെ സ്ട്രെസ്സിനെ, അതായത് ഇവിടെ സ്ട്രെസ് ആണ്, ഇവിടെ സ്ട്രെയിനെ എടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കോളൂ. ഓ, ഇവിടെ ബി, ഇവിടെ റീട്രേസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഏരിയ കിട്ടിയിട്ടുണ്ട്. അപ്പൊ രണ്ടിനകത്ത് എനർജി ഡിസിപ്പേഷൻ നോക്കിയാൽ എ എന്ന് പറയുന്ന ഗ്രാഫിന് കൂടുതൽ എനർജി ഡിസിപ്പേഷൻ ഉണ്ട്, ബി എന്ന് പറയുന്ന ഗ്രാഫിന് എനർജി ഡിസിപ്പേഷൻ വളരെ കുറവാണ് അല്ലേ? അങ്ങനെയാണ് ചോദ്യം. ഇതാണ് ഒരു കമ്പനിയുടെ ടയർ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഒരു കമ്പനി ടയർ ഉണ്ടാക്കുന്നതാണ്. അവരുടെ ടയർ ഉണ്ടാക്കുമ്പോൾ ആ ടയർ കമ്പനി ഇതിൽ ഏത് സ്ട്രെസ് സ്ട്രെയിൻ കർവിനാണ് പ്രിഫറൻസ് കൊടുത്തിട്ട് ആ ടയർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുക? ടയർ നിർമ്മിക്കുന്ന ഈ കമ്പനി ഏത് ടയർ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ടയറിൽ ഇത് ഏത് ഈ പറഞ്ഞ സ്ട്രെസ് സ്ട്രെയിൻ കർവിനെയാണ് പ്രിഫറൻസ് കൊടുക്കുക? ഒന്നും നോക്കണ്ട, ഒറ്റ ചോദ്യമുള്ളൂ. കൂടുതൽ എനർജി നഷ്ടപ്പെടുന്നതാണെങ്കിൽ കമ്പനി എടുക്കുമോ? ടയർ കൂടുതൽ എനർജിയെ, അതായത് റോഡിലൂടെ റൺ ചെയ്യുമ്പോൾ കൂടുതൽ എനർജി ഡിസിപ്പേഷൻ ഉണ്ടാക്കി എനർജി നഷ്ടപ്പെടുത്തുന്നതാണെങ്കിൽ എടുക്കുമോ? ഇല്ല. അപ്പൊ അവിടെ എവിടെയാണോ എനർജി കുറവ് ഡിസിപ്പേഷൻ ഉണ്ടാകുന്നത് ആ ഗ്രാഫ് ആയിരിക്കും തീർച്ചയായിട്ടും ഇവർ അവരുടെ ടയറിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യുന്ന ഗ്രാഫ് എന്ന് പറയുന്നത്. ഓർത്തോളുക. എന്നാൽ ഇതേ ചോദ്യം തന്നെ ചോദിക്കുകയാണ്. ഒരു കമ്പനി AC ഉണ്ടാക്കി വിൽക്കുമ്പോൾ ആ ACയുടെ ഔട്ടർ യൂണിറ്റ് കണ്ടിട്ടുണ്ടായിരിക്കും. വീടിന് പുറത്തൊരു യൂണിറ്റ് ഇതാ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫാനൊക്കെ ഉള്ള സംഭവം അറിയത്തില്ലേ? യെസ്. ഈ യൂണിറ്റിനെ വാളിൽ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ താഴെ ഒരു ക്ലാമ്പ് വാലിലേക്ക് ഇതാ ഇങ്ങനെ കണക്ട് ചെയ്യാൻ കൊടുക്കുന്നുണ്ടല്ലേ? അപ്പൊ ഇവിടെ വരുമ്പോൾ ഡയറക്റ്റ് നമ്മൾ കണ്ടേക്കുന്ന ഒരു സ്ക്രൂ ഇട്ടിട്ടല്ലേ ടൈറ്റ് ചെയ്യുന്നത്. കുറെ നാൾ കഴിയുമ്പോൾ ഈ യൂണിറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് മക്കളെ ഇത് കിടന്ന് ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്യും അല്ലേ? അപ്പോൾ ഇത് ഒഴിവാക്കാൻ ഇതിനടിയിൽ ഒരു റബ്ബർ ബുഷ് കൊടുക്കുന്നു. ഇതിൽ ഏത് ഗ്രാഫ് ആയിരിക്കും ആ റബ്ബർ ബുഷിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഗ്രാഫ് എന്ന് ചോദിച്ചാൽ ഈ ഗ്രാഫിനാണ് അവിടെ ഇമ്പോർട്ടന്റ്. എന്തുകൊണ്ടാണ്? അത് കൂടുതൽ എനർജി അബ്സോർബ് ചെയ്യാൻ കഴിയുന്നതായിരിക്കണം ഇവിടെ അല്ലേ? കുറച്ച് എനർജി ആണെങ്കിൽ വൈബ്രേഷൻ കൂടും. അങ്ങനെ വരുമ്പോൾ അവിടെ എനർജി ഡിസിപ്പേഷൻ കൂടിയ ഗ്രാഫിനായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുക? പ്രിഫറൻസ് കൂടുതൽ കൊടുക്കുക. ശരിയാണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് എല്ലാവരും നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് പോയിക്കൊള്ളുക. നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ സാർ ഒരുമിച്ച് പറയാം. ഇലാസ്റ്റിസിറ്റി, പ്ലാസ്റ്റിസിറ്റി, സ്ട്രെസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ്, സ്ട്രെയിൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രെയിൻ, അതുപോലെ തന്നെ ഹുക്സ് ലോ, അതിന്റെ ഗ്രാഫ് നന്നായിട്ട് നോക്കിക്കോണം. അത് കഴിഞ്ഞ ശേഷം പിന്നീട് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ്, അതുപോലെ തന്നെ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി, ഇത്രയും കാര്യങ്ങളും ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് സാർ ഡിസ്കസ് ചെയ്തത് എല്ലാവരും ചെയ്യുമെന്ന് കരുതുന്നു മക്കളെ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. റിസൾട്ട് ഉറപ്പായിട്ട് നമ്മുടെ ആൽഫയിലെ കുഞ്ഞുങ്ങളായിരിക്കും നേടുന്നത്. ആൽഫ അതിനുവേണ്ടി നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഏറ്റവും നല്ല റിസൾട്ട് ഏറ്റവും നല്ലതായിട്ട് പഠിക്കുവാനായിട്ടും തീർച്ചയായിട്ടും ആൽഫയുടെ ക്ലാസ്സുകളിലേക്ക് വരിക. നമ്മുടെ ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടി ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട്, ഞെട്ടിപ്പിക്കുന്ന മാർക്കുകൾ കിട്ടുന്ന കാര്യങ്ങളുമായിട്ട് ആൽഫയുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇത് കാണാവുന്നതാണ്. അപ്പോൾ വീണ്ടും ഒരു അധ്യായത്തിലൂടെ നമുക്ക് കാണും വരെ എല്ലാവർക്കും നമസ്കാരം.